السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം നമ്മൾ 199 ആയത്താണ് കവർ ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 200ഉം 201ഉം 200ാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറയില് فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق. അങ്ങനെ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ പ്രകീർത്തിച്ചിരുന്നത് പോലെയോ അതിനേക്കാൾ ശക്തമായ നിലയിലോ അള്ളാഹുവെ നിങ്ങൾ പ്രകീർത്തിക്കുക. മനുഷ്യരിൽ ചിലർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഹലോകത്ത് ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ എന്ന്. എന്നാൽ പരലോകത്ത് അത്തരക്കാർക്ക് യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല. വാക്കർത്ഥം നോക്കാം. ഫ ഇദ ഖദയ്തും, ഫ അങ്ങനെ ഇദ അങ്ങനെ ചെയ്താൽ, ഓക്കെ, ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ എന്നുള്ള അർത്ഥം. ഖദയ്തും നിങ്ങൾ നിർവഹിച്ചു, ഓക്കെ, നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ. ഖാഫ് ദാദ് യ ഖദയ്തും. മനാസികക്കും നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ. മനാസിക് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഫദ്കുറു പിന്നെ നിങ്ങൾ ഓർമ്മിക്കുവിൻ. ദാൽ കാഫ്ര മുമ്പുള്ളത് നൂൻ സീൻ കാഫ് മനാസിക്. അല്ലാഹ അള്ളാഹുവിനെ കദിക്രിക്കും നിങ്ങൾ ഓർമ്മിക്കുന്നത് പോലെ. ആബാഅക്കും നിങ്ങളുടെ പിതാക്കളെ. ഔ അല്ലെങ്കിൽ അഷദ്ദ കൂടുതൽ ശക്തമായ ഷീൻ ദാൽ ദാൽ ദിക്റൻ ഓർമ്മിക്കൽ. ഫമിനൻ നാസ് എന്നാൽ മനുഷ്യരിലുണ്ട്. മൻ ഒരുത്തർ യഖൂലു അവർ പറയുന്നു, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ആതിന ഞങ്ങൾക്ക് തരണമേ, ഹംസതായ ആതിന, ഫിദ്ദുന്യ ഈ ലോകത്ത്, വമാ ലഹു അവൻ ഇല്ല, ഫിൽ ആഖിറതി പരലോകത്തിൽ, മിൻ ഖലാഖ് ഒരു ഓഹരിയും. ഖ ലാം ഖാഫ്. തഫ്സീർ നോക്കാം. ഇദാ ഖദീതും മനാസികക്കും, അങ്ങനെ നിങ്ങൾ ഹജ്ജിൻ്റെതായ എല്ലാ മനാസിക്കുകളും അല്ലെ കർമ്മങ്ങളും ആരാധനാ കർമ്മങ്ങളും നിർവഹിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കുക. അപ്പം ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹജ്ജിന്റെ കർമ്മങ്ങൾ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആദ്യം മിനയിലേക്ക് പോവാം, പിന്നെ അറഫയിലേക്ക് പോവാം, അവിടുന്ന് മുസ്ദലിഫയിലേക്ക് വന്നിട്ട് തിരിച്ച് വീണ്ടും മിനയിലേക്ക് വരുന്നത്. അതായത് ദുൽഹജ്ജ് 10 മിനയിലേക്ക് തിരിച്ചു വരുന്ന കാര്യം. 3ാമത്തെ ദിവസം അല്ലെ, 8 തുടങ്ങിയത്. അങ്ങനെ തിരിച്ച് മിനയിലെത്തുമ്പം ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് ആ തിരിച്ചെത്തിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ? റമി അല്ലെ, കല്ലെറിയൽ, ജംറാത്തുകളിൽ കല്ലെറിയലുണ്ട്. നുസുക്ക് ഉണ്ട്, അതായത് ബലികർമ്മം ചെയ്യാനുണ്ട് അല്ലെ. ബലികർമ്മമുണ്ട്. പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ മുടി വടിച്ച് കളയൽ, സ്ത്രീകൾക്ക് കട്ട് ചെയ്ത് കളയൽ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് 3ഉം കാര്യമായിട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇതിന്റെ തുടർച്ചയായിട്ട് ത്വാഫുണ്ട്, സഅയുണ്ട് അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഏത് മുതൽ? ഈ 10th ദുൽഹജ്ജ് 10 മുതൽ. അപ്പം ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് അവർ 3 ദിവസം, അടുത്ത 3 ദിവസം അയ്യാമു തശ്രീഖ് 11th 12th 13th ദുൽഹജ്ജ് 11 12 13 എന്ന് പറയുന്നത് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ. ഇതൊക്കെ മിനയിൽ നിന്നുകൊണ്ടാണ് അല്ലെ, മിനയിലാണ് അതിന് ആ ദിവസങ്ങളിലൊക്കെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഫഇദാ ഖദയ്തും മനാസികക്കും നിങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ
നിർവഹിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ കർമ്മങ്ങൾ ഈ 10ാമത്തെ ദിവസത്തിൽ അല്ലെങ്കിൽ അതിന് തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഈ കർമ്മങ്ങളുടെ കാര്യം, ഈ കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. സുബ്ഹാനല്ലാഹ്. കാരണം ഈ കർമ്മങ്ങൾ കഴിയുമ്പോഴാണ്, അതായത് ഇവിടുത്തെ നുസുക്ക്, പിന്നെ ആദ്യത്തെ ജംറയിലുള്ള ഫസ്റ്റ് കല്ലേറ്, പിന്നെ മുടി കളയൽ അല്ലെ, അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തഹല്ലുൽ അവൽ, അതായത് ഇഹ്റാമിൽ നിന്ന് ഫസ്റ്റ് ഇഹ്റാമിൽ നിന്ന് പുറത്തു വരും. പിന്നെ ബാക്കിയുള്ള കർമ്മങ്ങളും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വരുന്നത്. നമ്മളിവിടെ കർമ്മങ്ങളുടെ ഫിഖി വശങ്ങളിലേക്ക് ഇപ്പോൾ പോണില്ല. ഇന്നലെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് ഉണ്ട്, സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രസന്റേഷൻ ഒക്കെ വെച്ചിട്ട് ചെയ്യാം, തഫ്സീറിന്റെ ഭാഗമല്ലാതെ. ഇപ്പൊ നമുക്ക് ഈ ഒരു ആയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഇഹ്റാമിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾ ഐഹികമായ കാര്യങ്ങളിലേക്ക് വീണ്ടും വ്യാപൃതരാവല്ല വേണ്ടത്. മിനയിൽ നിങ്ങൾ അടുത്ത 3 ദിവസവും തുടർന്ന് നിൽക്കണം. പ്ലസ് എന്താക്കണം? ഫദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കണം. ഖദീതും ഖാഫ് ദാദ് യാ. ഖദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വിധി അല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിക്ക് നമ്മൾ ഖദർ എന്ന് പറയാറുണ്ട്. ഖദ എന്ന് പറയുന്ന വാക്കിന് വേറൊരു അർത്ഥമുള്ളത് എന്തെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ആക്കുക, എന്തെങ്കിലും ചെയ്ത് തീർക്കുക എന്നുള്ളത്. അപ്പം എന്ത് കംപ്ലീറ്റ് ആക്കി എന്ന് പറയുന്നത്? മനാസിക്കും. മൻസക് അല്ലെങ്കിൽ മൻസിക് എന്ന വാക്കിന്റെ പ്ലൂരലാണ് മനാസിക്. ഹജ്ജിൻ്റെതായ റിച്വൽസ്, കർമ്മങ്ങൾ. അപ്പം അതെല്ലാം നിർവഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. കാരണം ഹജ്ജ് നമ്മൾ എന്തിനാ ചെയ്യുന്നത്? അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടല്ലേ. ഏതൊരു കർമ്മമാണെങ്കിലും ഏതൊരു ഇബാദത്താണെങ്കിലും നമ്മൾ എന്തിനാ ചെയ്യുന്നത്? അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സൂറത്ത് താഹയില് 14ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പറയുന്നുണ്ട്, അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാനായി നമസ്കാരം നിലനിർത്തുക, നമസ്കാരം നിഷ്ഠയോടുകൂടി നിർവഹിക്കുക. അപ്പൊ നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ ഓതുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടിയിട്ടാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അതും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഖുർആൻ എങ്ങനെയാണ് ദിക്റാവുന്നതെന്ന് സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മൾ ഒരു ആയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് പാപമോചനം തേടുമ്പോൾ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിനെ ഓർക്കണം അല്ലെ. കാരണം അള്ളാഹ്ക്ക് മാത്രമേ നമുക്ക് പുറത്തു തരാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യാണ് നമ്മുടെ നമസ്കാരങ്ങൾ അല്ലെ. ഈവൻ നമ്മളെ ഏതൊരു ഇബാദത്തുകളും നമ്മൾ ചെയ്യുമ്പം അള്ളാഹുവിനെ ഓർക്കലാണ്, ദിക്റാണ് അവിടെ. തവാഫ് ആണെങ്കിലും സഅയ് ആണെങ്കിലും റമി ആണെങ്കിലും എല്ലാം എന്താ? അള്ളാഹുവിനെ ഓർക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പം ഈ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ അയ്യാമു തശ്രീഖ് എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഹജ്ജ് ചെയ്യുന്നവര് ജസ്റ്റ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ മാത്രമല്ല അള്ളാഹുവിനെ ഓർക്കുന്നത്, അവർ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ അള്ളാഹുവിനെ ഓർക്കണം അല്ലെ. ത്വാഫ് ചെയ്യുന്നുണ്ട്, സഅയ് ചെയ്യുന്നുണ്ട്, റമി ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതൊക്കെ ഓർത്തുകൊണ്ട്, ഇതൊക്കെ ചെയ്തുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആലയെ ഓർക്കുകയാണ്. അതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ചില റിച്വൽസിലെ അവിടെ സ്പ്രെഡ് ആക്കി വെച്ചിട്ടുള്ളത്. അത് ഇന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് പ്രയാസമാവും. അപ്പം അതിന്റെ നിയമവശങ്ങൾ കണക്കാക്കിയിട്ട് ഓരോ ഗ്രൂപ്പുകാരും ആളുകൾ അങ്ങോട്ട് അല്ലെ. കാരണം ത്വാഫ് സഅയ് ചെയ്യണമെങ്കിൽ ആളുകൾ ഹറമിലേക്ക് പോകണം. അപ്പം അത് സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോലും ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉറപ്പ് വരുത്തിയിട്ട് ആളുകൾക്ക് ഈ ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പല കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഓർക്കാനുള്ള സാഹചര്യങ്ങളാണ്. അപ്പൊ അള്ളാഹു പറയാണ്, നിങ്ങൾ എന്നെ ഓർക്കുക. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അയ്യാമു തശ്രീഖി അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹി അസ്സ വജൽ. അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത്, തശ്രീഖിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് അയ്യാമു അഖ്ലിൻ കഴിക്കാനുള്ളതാണ്, വശുർബിൻ കുടിക്കാനുള്ളതാണ്, പിന്നെ എന്താ? വദിക്രിൻ ലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. കാരണം ഈ ദിവസങ്ങളിൽ ഹാജിമാര് ഈവൻ നാട്ടിലുള്ളവർ പോലും നോമ്പ് എടുക്കുന്നില്ല അല്ലെ. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, കുടിക്കുകയാണ്. മാത്രമല്ല അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഓർക്കുകയും വേണം. അള്ളാഹുവിനെ ഓർക്കാനും കൂടിയുള്ള ദിവസങ്ങളാണ്. അപ്പം മിനയിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവർ ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയാണ് വേണ്ടത്. ഭക്ഷണം വേസ്റ്റ് ആക്കലല്ല കേട്ടോ. ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും വേണം. പ്ലസ് അള്ളാഹുവിന് നന്ദിയുള്ളവരായിരിക്കണം, അള്ളാഹുവിനെ ഓർക്കുന്നവരായിരിക്കണം, അള്ളാഹുവിനെ ഓർക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. ഫദ്കുറുല്ലാഹ്, റിമെമ്പർ അള്ളാഹുവിനെ ഓർക്കുക. എങ്ങനെയാണ്?
ഖദിക്രിക്കും നിങ്ങൾ ഓർക്കുന്നത് പോലെ. ആരെ? ആബാഉക്കും നിങ്ങളുടെ പിതാക്കന്മാരെ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ. ഔ അശദ്ദ ദിക്ര അല്ലെങ്കിൽ അതിനേക്കാൾ കഠിനമായ ഒരു ഓർക്കൽ, അതിനേക്കാൾ കഠിനമായിട്ടുള്ള ദിക്ർ. ഖദിക്രിക്കും ആബാഉക്കും ഔ അശദ്ദ ദിക്ര. അശദ്ദ ഷീൻ ദാൽ ദാൽ. നിങ്ങൾ മിനായിലായിരിക്കുമ്പം അള്ളാഹുവിനെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ, അതിനേക്കാൾ കഠിനമായിട്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പൂർവ്വപിതാക്കന്മാരെ ഓർക്കുന്നത് പോലെയോ, അല്ലെ? കാരണം മുശ്രിക്കീങ്ങൾക്ക് അല്ലെങ്കിൽ അറബിയിൽ അവരുടെ ഒരു സംസ്കാരം എന്ന് വെച്ചാൽ അവര് ഈ ഹജ്ജ് കഴിഞ്ഞിട്ട് മിനയിൽ ഇരിക്കുന്ന സമയത്ത് അവർ ഒന്നിച്ചിരുന്നിട്ട് അവരുടെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. അവരെ ഒരുപാട് പ്രശംസിച്ച് പുകഴ്ത്തി പറയുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം അറേബ്യയിൽ നമുക്കറിയാം അവർക്ക് ആ ഒരു ഗോത്ര സംസ്കാരമാണ്, അല്ലെ? ട്രൈബുകള്, അതിന്റെ പ്രൗഢി, അല്ലെ? അവരുടെ ലീനിയേജ്, പാരമ്പര്യം, പൂർവ്വപിതാക്കൾ, ആ ഒരു പ്രൗഢിയാണ് അവരുടെ മെയിൻ. അപ്പം ഒരു വ്യക്തി അവന്റെ മഹത്വം, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കുക എങ്ങനെയാണ്? അവന്റെ പൂർവ്വപിതാക്കന്മാരെ പാടിപ്പുകഴ്ത്തിയിട്ടാണ്. അവരെ കുറിച്ച് ഒരുപാട് നല്ല, അല്ലെങ്കിൽ അവന്റെ ഗോത്രത്തിനെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അപ്പം സ്വാഭാവികമായിട്ടും, അല്ലെ, അവിടെ കുറെ ആളുകൾ ഒന്നിച്ചു കൂടാണ് ഹജ്ജിന്റെ സമയത്ത്. അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആശ്വാസമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അവര് സംസാരിക്കും, അല്ലെ? അവര് സംസാരിക്കുമ്പോൾ അവരെന്താ സംസാരിക്കുക? അവരുടെ, അല്ലെ, പൊതുവെ മനുഷ്യന്മാര് സംസാരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒഴുകി എഴുത്തുക താൻ പോരിമയാണ്, അല്ലെ? എന്റെ മഹത്വം, എന്റെ ഗുണം. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മഹത്വം അവര് വെളിവാക്കിയിരുന്നത് എങ്ങനെയാണ്? അവരുടെ പൂർവ്വപിതാക്കന്മാര് ചെയ്ത ഭയങ്കര സംഭവങ്ങളെ കുറിച്ച്, അവര് ചെയ്ത വലിയ നന്മകളെ കുറിച്ച്. എന്റെ വലിയപ്പ പുലിയായിരുന്നു, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഭയങ്കര ധൈര്യമായിരുന്നു, ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. ആള് ഭയങ്കര ഔദാര്യമുള്ള വ്യക്തിയായിരുന്നു. ധാരാളമായിട്ട് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, ഭക്ഷണം കൊടുക്കുമായിരുന്നു, ഒരുപാട് അതിഥികളെ വീട്ടിൽ സൽക്കരിക്കുമായിരുന്നു, പ്രയാസമുള്ളവരെ അന്വേഷിച്ച് പോയി അവിടെ അത് ചെയ്യുമായിരുന്നു. അപ്രകാരം അവരുടെ പൂർവികന്മാരെ പുകഴ്ത്തുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അതിനുവേണ്ടി അവർ കവിതകൾ പോലും എഴുതിയിട്ട് അതുപോലും കവിതകൾ പോലും അവരെ പൂർവികന്മാരെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. ഇത് അറബികളുടെ സംസ്കാരം. മുശ്രിക്കുകൾ ഹജ്ജ് കഴിഞ്ഞിട്ട് മിനയിൽ ഇരിക്കുന്ന ദിവസങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു പ്രവൃത്തിക്ക് മുഫാഖറ എന്ന് പറയും. ഫഖർ എന്ന് പറയുന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. ഫഖർ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക, അല്ലെങ്കിൽ ആത്മപ്രശംസ പറയാം. അപ്പം അവരെ കുറിച്ച് തന്നെ ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ഈ ഒരു സാഹചര്യങ്ങൾ, ഈ ഒരു കാര്യം അവിടെ അന്ന് ആ സമയങ്ങളിൽ മിനായിൽ ഉണ്ടായിരുന്നു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അപ്രകാരം ഹജ്ജ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൂർവികന്മാരെ കുറിച്ച് പുകഴ്ത്താതെ നിങ്ങൾ ആരെ കുറിച്ച് സംസാരിക്കുക? അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക, അല്ലെ? എന്തിനാണ് അവര് പൂർവികന്മാരെ കുറിച്ച് സംസാരിക്കുന്നത്? പൂർവികന്മാര് ഭയങ്കര സംഭവമാണെന്ന് സംസാരിക്കുന്നത് ഇൻഡയറക്ട്ലി സ്വയം, അല്ലെ, ഞങ്ങള് സംഭവമാണ്, ഞാൻ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അവരെ മക്കളല്ലേ ഞങ്ങള്, അല്ലെ? അപ്പൊ ഞങ്ങള് ഭയങ്കര സംഭവങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഹജ്ജ് എന്ന് പറയുന്നത് എന്താ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹത്വം വാഴ്ത്താൻ വേണ്ടിയിട്ടുള്ള കർമ്മമാണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്തിനാ ഹജ്ജിന് പോണത്? അള്ളാഹുവിന്റെ മഹത്വത്തിനെ വാഴ്ത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മളുടെ മഹത്വത്തിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ല. അപ്പം ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം, അല്ലെ, നമ്മൾ ഇന്നലെ കൺക്ലൂഡ് ചെയ്തതേ അതാണ്. നമ്മളൊരു ശരിയായ അബദ്ധായിട്ട് മാറുകയാണ്. എത്രത്തോളം താഴാൻ പറ്റുമോ, എത്രത്തോളം വിനയാന്വിതരാവാൻ പറ്റുമോ അത്രത്തോളം താഴാനുള്ള അവസരമാണ് ഹജ്ജ്. അള്ളാഹു സുബ്ഹാനഹു തആലയെ അത്രത്തോളം ഉയർത്താനുള്ള അവസരമാണ്. കാരണം ഹജ്ജിന് നമുക്കറിയാലേ, ഏതൊരാളും അയാൾക്ക് എന്ത് വലിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, എത്ര റിച്ച് ആണെങ്കിലും, അല്ലെ, അവൻ നാട്ടിൽ എത്ര പണക്കാരനും എത്ര പവറുള്ള ആളാണെങ്കിലും ഹജ്ജിന് എത്തിക്കഴിഞ്ഞാൽ ഈക്വൽ ആണ്. അവന്റെ നിൽക്കുന്ന ആള് ആരാണോ അവൻ അതേപോലെ തന്നെ ഈ നിൽക്കുന്ന ആളുള്ളൂ, അല്ലെ? അറഫയിൽ നിൽക്കുമ്പോൾ, മുസ്ദലിഫയിൽ ഉറങ്ങുമ്പോൾ, സുബ്ഹാനല്ലാഹ്, ഓപ്പൺ സ്പേസിലാണ് ഉറങ്ങുന്നത്, അല്ലെ? അവൻ നാട്ടിലെ എത്ര വലിയ കൊട്ടാരത്തില്, അല്ലെ, സിയും അതിന്റെ അപ്പുറത്ത് പറവുകാരും എന്തൊക്കെയുള്ള വീട്ടിൽ ഉറങ്ങുകയാണെങ്കിലും ഇവിടെ അവൻ ഓപ്പൺ സ്പേസിൽ എല്ലാരെ പോലെയും കിടന്നുറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഹജ്ജിൻ്റെതായ എല്ലാ കർമ്മങ്ങളും നമ്മളൊക്കെ ഈക്വൽ ആണ്, നമ്മളൊക്കെ ലോ ആണെന്ന് കാണിക്കുകയും അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹത്വം കാണിക്കുകയും ചെയ്യുന്ന കർമ്മങ്ങളാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ. അതിനു വേണ്ടിയാണ്
നമ്മൾ ഹജ്ജിന് പോകുന്നത് തന്നെ അല്ലെ. നമ്മളൊന്നും അല്ല, നമ്മൾ അബ്ദാണ്, നമ്മളൊന്നും അല്ല, അള്ളാഹു ആണ് അക്ബർ, അള്ളാഹു ആണ് ഗ്രേറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹജ്ജിന്റെ കർമ്മങ്ങളും ഹജ്ജും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ പ്രശംസിച്ചിരുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കഠിനമായിട്ട് അള്ളാഹുവിനെ ഓർക്കുക. ഇങ്ങനെ ഖദിക്രിക്കും ആബാഉക്കും, നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഓർത്തതുപോലെ. ഔ അശദ്ദ ദിക്ര, അശദ് രണ്ട് രീതിയിലാണ് ഇവിടെ കഠിനമാവുന്നത്. ഒന്ന് ക്വാണ്ടിറ്റിയിൽ, ദിക്രൻ കസീറൻ, ധാരാളമായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ സ്തുതിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും മജ്ലിസുകളിൽ ഇരിക്കുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുക. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. നിങ്ങൾ മിനയിൽ ഇരിക്കുമ്പോഴും കർമ്മങ്ങൾക്ക് വേണ്ടി എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുക. അപ്പം ക്വാണ്ടിറ്റി ഒരുപാട് കൂട്ടുക. രണ്ടാമത്തത് കവി, സ്ട്രോങ് ആയിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെയാ ക്വാളിറ്റി കൂട്ടുക അള്ളാഹുവിനെ ഓർക്കുന്നതിന്റെ? ഹൃദയം കൊണ്ട് അല്ലെ. ഹൃദയം പ്രസന്റ് ആയിരിക്കണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ മഹത്വത്തിനെ വാഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അത്രത്തോളം നമ്മൾ ഹംബിൾ ആയിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഓർത്തതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അശദ്ദ ദിക്ര, അപ്രകാരം നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നവരായിരിക്കണം. ആക്ച്വലി ഇതൊരു ജനറൽ റൂളും കൂടിയാണ്. ഏതൊരു വ്യക്തിയും എന്തെങ്കിലും ഒരു നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മം ചെയ്തത് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം അവൻ അള്ളാഹുവിനെ ഓർക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്ത് കർമ്മമാണെങ്കിലും, ഇത് ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് മാത്രമല്ല. നമുക്കറിയാലേ, നമ്മൾ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലെ. അതുപോലെ നമ്മൾ ഏതൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. നമ്മളെ പൊതുവേ അല്ലേ, വളരെ പഠിച്ചനെ പണി കഴിഞ്ഞ് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ഇബാദത്തൊക്കെ ചെയ്തിന് ഓടട്ടെ, അല്ലെങ്കിൽ റംസാൻ മുഴുവനും ഫുൾ തഖ്വയോട് കൂടി ഫുൾ നോമ്പൊക്കെ എടുത്തിട്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലും ഭയങ്കരമായിട്ട് ഞാൻ ഫുൾ ഡെഡിക്കേഷനിൽ ഇബാദത്തൊക്കെ ചെയ്തിന് അത് കഴിഞ്ഞ് അടിച്ച് പൊളിക്കട്ടെ അല്ലെ. ശരിക്കും നമ്മൾ ഏറ്റവും മോശമാവുന്ന മാസമാണ് റമളാനിന് ശേഷമുള്ള മാസം അല്ലെ. അങ്ങനെയല്ലേ പൊതുവെ. ഇപ്പം ഈ ക്ലാസ്സുകളൊക്കെ ശരിക്കും നല്ല ഒഴുക്കിൽ പോയേ പിടികിട്ടാത്ത മാസം എപ്പോഴാന്നറിയോ? ഷവ്വാലില്. എങ്ങനെ നമ്മളത് കണ്ടിന്യൂറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചാലും പറ്റാറില്ല അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പൊതുവെ എങ്ങനെയാണോ, ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു, പണി കഴിഞ്ഞു, ഇനി അടിച്ചു പൊളിക്കട്ടെ, തഹജ്ജുദ് നിസ്കരിച്ചു, ഖിയാം നിസ്കരിച്ചു, ഒരുപാട് ഖുർആനൊക്കെ ഓതി, ഇനി അടുത്ത റമദാൻ നോക്കി ഇനി 2-3 മാസം അങ്ങോട്ട് ബ്രേക്ക് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് ആ ബ്രേക്കിൽ അങ്ങ് കയറി ഇടപെടും. നമ്മൾ ബ്രേക്ക് കണക്കില്ലാണ്ട് അങ്ങോട്ട് ആയി പോവും. അപ്പം ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഏതൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാലും നമ്മള് അള്ളാഹുവിന്റെ ദിക്റില് ബിസി ആവണം, അള്ളാഹുവിനെ ഓർക്കണം. കാരണം അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ സൂറത്ത് ഷർഹില് 7-ാമത്തെ ആയത്തിൽ, ഇദാ ഫറഗ്ത ഫൻസബ്, ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. നീ ഫ്രീ ആകുമ്പോ തന്നെ വീണ്ടും നീ അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യത്തിൽ ബിസി ആകുക. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല്, എന്തോ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആശ്വസിച്ച് വേറെ എന്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് വീണ്ടും ബിസി ആയിട്ട് വേറൊരു കാര്യം നല്ലത് സ്റ്റാർട്ട് ചെയ്യുക. കാരണം എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് മൂപ്പർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാല്, അള്ളാഹിനെ ഓർക്കാണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പ ആരാ നമുക്ക് കമ്പനി തരാൻ വരിക? ശൈത്താൻ. എല്ലാവർക്കും അല്ലെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫില് ഓരോ മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴെങ്കിലും നമ്മൾ ആശ്വാസമായി ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞ് ഒന്ന് നമ്മൾ ഇരിക്കാൻ ശ്രമിച്ചോ, അപ്പം മൂപ്പര് വരും. ശരിക്കും നമ്മുടെ ടൈറ്റ് പാക്ക് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ മാഷാഅല്ലാ കുറേ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം നമുക്കൊരു ഇത്തിരി ആശ്വാസമായിട്ട് ഓക്കെ സമയമുണ്ട് എല്ലാം ചെയ്യാം നമ്മൾ വിചാരിച്ചോ, അന്ന് അല്ലാത്ത ദിവസം ചെയ്ത് അത്രയും പോലും പണി നമ്മൾ ചെയ്യൂല അല്ലെ. കാരണം മൂപ്പർക്ക് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് അങ്ങ് കയറി നിരങ്ങും നമ്മുടെ ലൈഫിൽ. അപ്പം നമ്മളെ അങ്ങ് ഓവർ പവർ ചെയ്യും, കൺട്രോൾ അങ്ങ് ശൈത്താൻ ഏറ്റെടുക്കും. അപ്പം നമ്മൾ അള്ളാഹുവിനെ ഓർത്തോണ്ടിരിക്കുമ്പം, അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കും, അത് വെറുതെ നാവ് കൊണ്ട് മാത്രമല്ല, നാവ് കൊണ്ടാണെങ്കിലും
അല്ലേ? നമ്മുടെ ഹൃദയം കൊണ്ടാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കുമ്പോൾ ഷെയ്ത്താൻ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും. ഷെയ്ത്താനെ പുഷ് അവേ ചെയ്യാൻ വേണ്ടിയെങ്കിലും നമ്മളെ ടൈമുകൾ ബിസി ആക്കിക്കൊണ്ടിരിക്കുക. ഒരു നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് വ്യാപൃതരാവുക. ഓക്കെ, അത് ഒരു പക്ഷേ ഫുൾ ടൈം ഇങ്ങനെ നമസ്കാരം നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ ആയിക്കൊള്ളുന്നില്ല. അള്ളാഹ്ക്ക് തൃപ്തിയുള്ള ഈവൻ സാമൂഹ്യമായിട്ട് ചെയ്യുന്ന ഒരു ഗെറ്റ് ടുഗെദർ ആണെങ്കിൽ പോലും അവിടെ പോലും നമ്മൾ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ബിസി ആയിരിക്കുക. അങ്ങനെ ഷെയ്ത്താന് ഗ്യാപ്പ് കൊടുക്കാത്ത രീതിയിൽ നമ്മൾ അള്ളാനെ ഓർത്തുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോ അള്ളാന്റെ ദിക്റിൽ നിന്ന് മാറുന്നോ, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാനെ ഓർമ്മയിൽ മറന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നോ, അപ്പം ഷെയ്ത്താൻ വന്നിട്ട് ഷെയ്ത്താൻ നമ്മളെ ബിസിയാക്കും. ഷെയ്ത്താൻ പെട്ടെന്ന് നമ്മൾ അങ്ങ് ടേക്ക് ഓവർ ചെയ്തിട്ട് നമ്മളെ അങ്ങ് ബിസി ആക്കി കളയും. ബിസി ആക്കി കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് എളുപ്പമാണ് എന്തിന്, നമ്മളെ അള്ളാഹിനോട് അനുസരണക്കേട് കാണിക്കാൻ വേണ്ടി, തിന്മകളിലേക്ക് നമ്മളെ തള്ളിയിടാൻ വേണ്ടി ഒരു ചാൻസ് കൊടുത്താൽ മതി. ചെറിയൊരു ചാൻസിൽ നമ്മൾ ഒരു നൂലിന്റെ ക്യാപ്പ് കൊടുത്താൽ മതി, മൂപ്പരങ്ങ് വലിച്ച് നമ്മളെ അപ്പുറത്തിടും. അപ്പം എന്ത് നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിന് ശേഷം അള്ളാഹുവിനോർക്ക് എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംഭവമായിട്ടൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുന്ന ഫോൺ എടുത്തോ നമ്മളെ മൂപ്പര് അല്ലെ. ഫോൺ ഞാൻ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നമുക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള പല രീതിയിലും മൂപ്പര് കയറും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ എന്തൊരു നല്ല കർമ്മം ചെയ്തോ അത് ചെയ്യിച്ചത് നമുക്ക് അതിനുള്ള തൗഫീക്ക് തന്ന റബ്ബാണ് അല്ലെ. അൽഹംദുലില്ലാ, അള്ളാഹിനെ ഓർക്കുക. ഏതൊക്കെ രീതിയിൽ ഓർക്കാൻ പറ്റുമോ വീണ്ടും വീണ്ടും നമ്മൾ ഫ്രീ ആവുമ്പോൾ നമ്മളെ വീണ്ടും ബിസി ആക്കുക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഈവൻ റമലാൻ അല്ലേ, സുബ്ഹാനല്ലാഹ്, റമലാൻ ഒരു ഫുൾ മാസം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ഇബാദത്ത് ചെയ്ത് രാത്രികളിലൊക്കെ ഫുൾ നമസ്കരിച്ച് ലൈലത്തുൽ ഖദറിന്റെ രാത്രികൾ മുഴുവനും ഉറക്കൊഴിഞ്ഞ് നമസ്കരിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിന്റെ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കില്ലേ, അള്ളാഹുവിന് തക്ബീർ ചെയ്യേ. നമ്മൾ മുമ്പും ഒരായത്തിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള തൗഫീക്ക് തന്നത് കൊണ്ട് അല്ലെ, നിങ്ങൾക്ക് ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഹിദായത്ത് തന്നതിന് നിങ്ങൾ അള്ളാഹുവിനെ തക്ബീർ ചെയ്യേ. സുബ്ഹാനല്ലാഹ്. ഈവൻ സലാത്തുൽ ജുമാ നമസ്കാരം കഴിഞ്ഞാൽ ആളുകൾ ജുമാക്ക് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ഒത്തുചേർന്ന് മടങ്ങുമ്പം അല്ലെ, അതിനുശേഷം എന്ത് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്ത് ജുമായിൽ 10-ാമത്തെ ആയത്ത്, ഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർദി വബ്തഗു മിൻ ഫദ്ലില്ലാഹി വസ്കുറുല്ലാഹ കസീറ. അങ്ങനെ നമസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചു കൊള്ളുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് തേടിക്കൊള്ളുകയും ചെയ്യുക, നിങ്ങൾ അള്ളാഹുവെ ധാരാളമായി ഓർക്കുകയും ചെയ്യുക. അവിടെയും അള്ളാഹിനെ ഓർക്കുന്ന കാര്യം അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു ഓർമ്മയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. വസ്കുറുല്ലാഹ കസീറ. അപ്പൊ അതേപോലെ ഹജ്ജിനും നിങ്ങൾ ഏറ്റവും അല്ലെ, നമ്മളൊക്കെ ചെയ്യുന്നതിൽ ഒരു പക്ഷെ ഏറ്റവും കാഠിന്യമേറിയ ഇബാദത്താണ് ഹജ്ജ്. കാരണം നമുക്ക് ജിഹാദ് ചെയ്യാൻ പ്രത്യേകിച്ച് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജാണ് അല്ലെ. മബ്രൂറായ മക്ബൂലായ ഒരു ഹജ്ജാണ് സ്ത്രീകളുടെ ജിഹാദ്. അപ്പം അത്രയും കാഠിന്യമേറിയിട്ടുള്ള ഒരു ഇബാദത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ്. കാരണം നമുക്ക് പൊതുവെ ഇന്നത്തെ കാലത്തും പണ്ട് ചെയ്ത പോലത്തെ ഒരു ജിഹാദ്, ആ രീതിയിലുള്ള ഫിസിക്കൽ ജിഹാദിനുള്ള സാഹചര്യങ്ങളില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമേറിയ ഇബാദത്താണ് ഹജ്ജ്. അപ്പം അത് കഴിയുമ്പോഴും അള്ളാഹു എന്താ പറയുന്നത്, ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഉക്കും ഔ അശദ്ദ ദിക്റാ. ഒരു കാര്യം കൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എല്ലാ ഹാജിമാരുടെ അടുത്തും അല്ലെ, നിങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കണം അല്ലെ. അപ്പം ഇവിടെ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ എടുത്തു പറയണം. അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കുക എന്ന് പറയുമ്പോൾ അവരോട് അവിടെ ഇരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അള്ളാഹു അക്ബർ എന്ന് മാത്രം ചൊല്ലാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് അല്ലെ. അതും ചെയ്യണം, അള്ളാഹുവിനെ ഓർക്കണം, നാവുകൊണ്ട് ഓർക്കണം, ഹൃദയം കൊണ്ട് ഓർക്കണം, പ്ലസ് അവർ കർമ്മങ്ങൾ കൊണ്ടും കൂടെ അവർക്ക് ഓർക്കാനുണ്ട് അല്ലെ. തവാഫ് ചെയ്യാനുണ്ട്, സഈ ചെയ്യാനുണ്ട്, റമി ചെയ്യാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ഈ ഇബാദത്തുകളെല്ലാം തന്നെ, അതായത് ഖുർആൻ ഓത്ത് ഉൾപ്പെടെ എല്ലാം തന്നെ അള്ളാഹുവിനെ ഓർക്കുന്ന ഇബാദത്തുകളാണ്. ഇവിടെ ഒരു കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് പോയ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പൊ ഭയങ്കര വിഷമായിരുന്നു, എനിക്ക് ഹജ്ജ് അല്ലെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഈ ഹാജിമാര് ചെയ്യുന്ന എല്ലാം നീ ചെയ്തോ, ത്വാഫ് ഒഴികെ. ഓക്കെ, ത്വവാഫ് ഒഴികെ ബാക്കിയെല്ലാം ചെയ്തു. കാരണം ഹാജിമാര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്, അള്ളാഹുവിന്റെ ദിക്റാണ്. ആ ദിക്റിൽ പെട്ടത് തന്നെയാണ് ഖുർആൻ ഓത്തും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്, എല്ലാം ചെയ്തോ ത്വവാഫ് ഒഴികെ.
ത്വാഫിൽ നിന്ന് മാത്രമേ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ അല്ലേ. ബാക്കിയെല്ലാം പീരിയഡ്സ് ആണെങ്കിലും ബാക്കിയെല്ലാം ചെയ്തോളാനാണ് പറഞ്ഞത്. നമസ്കാരം നമുക്കറിയാം ഒരു അത് അല്ലെങ്കിലേ ഉള്ള ഒരു എക്സെപ്ഷൻ ആണ്. നമസ്കരിക്കാൻ പീരിയഡ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പറ്റൂല അല്ലെ, ബാക്കിയെല്ലാം ചെയ്യണം. അപ്പം പീരിയഡ്സിലുള്ള ഒരു സ്ത്രീക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയെ, അതായത് വ്യക്തമായിട്ട് ഹറാമാക്കിയ കാര്യങ്ങളല്ലാത്തത് എല്ലാം ചെയ്ത് അവൾക്ക് അള്ളാഹുവിനെ ഓർക്കാം. ഈ അള്ളാഹുവിനെ ഓർക്കല് ഖുർആൻ ഓത്തും പെടും. ഓക്കെ, ഇതാണ് പീരിയഡ്സിന്റെ സമയത്ത് ഖുർആൻ ഓതാം എന്നുള്ളതിനുള്ള തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ നമുക്ക് ഹറാമാക്കിയിട്ടുള്ളത് മുസ്ഹഫ് തൊടൽ മാത്രമാണ്. ഇവിടെ ഞാൻ ഇത് എടുത്തു പറയാണ്, ഇവിടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു കാര്യമാണെന്ന് എടുത്തു പറയാണ്. ഞാനും ഒരു പക്ഷേ കുറെ കാലം വരെ ഇതല്ലാത്തൊരു ഒപ്പീനിയന്റെ ആണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇതാണ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹക്കിലേക്ക് നയിക്കട്ടെ. അപ്പം നമുക്ക് എന്താണോ തെളിവുകൾ വെച്ച് കൺവിൻസ്ഡ് ആയിട്ടുള്ളത് അത് സ്വീകരിക്കുക. കൺവിൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്തിട്ട് ഇഖ്ലാസോടുകൂടി ഹക്കിനെ തേടിക്കൊണ്ടേയിരിക്കുക. അപ്പം ഇവിടെ പറയുന്നത് ഫദ്കുറുല്ലാഹ കദിക്രിക്കും, അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുക. എപ്രകാരം? കദിക്രിക്കും ആബാഉക്കും ഔ അശദ്ദ ദിക്റ, നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഓർത്ത പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കഠിനമായിട്ട്. ഇപ്രകാരമുള്ള ദിക്റില് ദുആയും അള്ളാഹുവിനോടുള്ള ചോദിക്കലും എല്ലാം പെടും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ദുആയുടെ കാര്യം പറയുമ്പോൾ ഹജ്ജിന്റെ സമയത്ത് നമുക്കറിയാം ആളുകൾ അല്ലെ, ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്, വലിയ ലിസ്റ്റുകളുമായിട്ടാണ് പോവുക അല്ലെ, ദുആയുടെ ലിസ്റ്റുകളുമായിട്ടാണ് പോവുക, എഴുതി വെച്ചിട്ട് പോകും. പിന്നെ മറ്റുള്ളവർ നമ്മളെ ഏൽപ്പിച്ച ദുആകൾ ഉണ്ടാവും അല്ലെ, മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ പറയും ഞാൻ ഇങ്ങനെ ഹജ്ജിന് പോവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ദുആ ചെയ്യണോ അല്ലെ, ആ ലിസ്റ്റുകളും കൂടെ നമ്മളെ അടുത്തുണ്ടാവും. അപ്പൊ ഒരുപാട് ദുആ ചെയ്യും. അത് അള്ളാഹുവിനെ ഓർക്കുന്നതിന്റെ ഭാഗം തന്നെയാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ ഭാഗം തന്നെയാണ് ദുആയും. അപ്പം ധാരാളം ദുആ ചെയ്യും. എന്തൊക്കെയായിരിക്കും ആളുകൾ ഹജ്ജിന്റെ സമയത്ത് ദുആ ചെയ്യുന്നത്? കാരണം അടുത്തത് നമുക്ക് ദുആയിലേക്കാണ് നമ്മൾ ഈ ഒരു ആയത്തിന്റെ ബാക്കി ഭാഗം വരുന്നത്. അപ്പം നമ്മൾ റമളാൻ ആകുമ്പോൾ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ ഒക്കെ ആകുമ്പോൾ നമ്മൾ പൊതുവെ എഴുതി വെച്ചിട്ട്, ഹജ്ജിന് പോവാത്തവരെ കാര്യം വേഗം എഴുതി വെച്ചിട്ട് ദുആ ചെയ്യാറുണ്ട് അല്ലെ. എന്തൊക്കെ ടൈപ്പ് ദുആകളാണ് നമ്മൾ ചെയ്യാറ്? സ്വാഭാവികമായിട്ട് നമ്മൾ അല്ലെ നരകശിക്ഷയിൽ നിന്ന് മോചനം ചോദിക്കും, സ്വർഗം ചോദിക്കും, തഖ്വ അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മത പാലിക്കാനുള്ള തൗഫീഖിനെ ചോദിക്കും, പാപമോചനത്തിന് വേണ്ടി ചോദിക്കും, നമസ്കാരത്തെ ഖുശൂവോടുകൂടി നിർവഹിക്കാൻ വേണ്ടി ചോദിക്കും അല്ലെ. അങ്ങനെ ഒരുപാട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മളെ നോമ്പുകൾ അല്ലെ, നമ്മുടെ നമസ്കാരങ്ങൾ ഖിയാമുകൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട്, അതിന് പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യും. നമ്മുടെ ഉമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്യും. അതിന്റെ കൂടെ ഉറപ്പായിട്ടും നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് സമ്പത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെ, അങ്ങനെ കണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കാറില്ലെങ്കിൽ എന്തായാലും ചോദിക്കണം കേട്ടോ. നമ്മൾ അഹികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുക തന്നെ വേണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലൂടെ അല്ലെ അള്ളാഹിന്റെ അടുത്ത് എല്ലാം ചോദിക്കാം, നമ്മളുടെ ആവശ്യങ്ങളൊക്കെ റബ്ബിന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സലഫുകളും അതാണ് പഠിപ്പിച്ചത് അല്ലെ. അവരെ ഒരു ഷൂ ലേസ് പൊട്ടിയാൽ പോലും അല്ലെ, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അവര് അള്ളാഹുവിനോട് ചോദിക്കായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളാണെങ്കിലോ ചെരുപ്പിന്റെ ലേസ് പൊട്ടിക്കഴിഞ്ഞാൽ, വാറ് പൊട്ടിക്കഴിഞ്ഞാല് ഇനി അപ്പ് ഇടിയൊന്നിന് ചെരുപ്പ് വാങ്ങുന്ന പരിപാടിയില്ല, തീരെ ക്വാളിറ്റി ഇല്ല അല്ലെ. അതാണ് ആദ്യം നമ്മളെ അടുത്തുനിന്ന് വരാം. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നമുക്ക് ദേഷ്യം വരും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് അള്ളാഹിനോട് ദുആ ആക്കുന്ന ശീലം ഒരു പക്ഷേ ഇല്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കി കൊണ്ടുവരാം. എന്തൊരു കാര്യം സംഭവിച്ചാലും അല്ലെ. നമ്മൾ ഇവിടെ പലപ്പോഴും പറയാറുണ്ട്, ഗ്യാസ് തീർന്നാൽ ഗ്യാസുകാരനെ വിളിക്കുന്നതിന് മുമ്പ് അള്ളാഹിന്റെ അടുത്ത് ചോദിക്കണം അല്ലെ. ഒരു കത്തി താഴെ വീണ് കഴിഞ്ഞാൽ കുനിയുന്നതിന് മുമ്പ് അത് റബ്ബിന്റെ അടുത്ത് പറഞ്ഞിട്ട്, റബ്ബേ അത് എളുപ്പത്തിലില്ല. കാരണം ആ വീഴ്ച എടുക്കുമ്പോൾ പോലും നമുക്ക് അപകടങ്ങൾ പറ്റാൻ ഒരു പ്രയാസവും ഇല്ല. സുബ്ഹാനല്ലാഹ്. മുമ്പ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞോന്നറിയില്ല, നമ്മൾ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ കൊറിയർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്യുക അല്ലെ. നമുക്കറിയാം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെത്തിക്കോളും, അതിനെന്താ ഇപ്പൊ ഇത്ര ദ്വാ ചെയ്യാനുള്ളേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലും നമ്മൾ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തണേന്ന് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആള് മരിച്ചിട്ട് വിദേശത്തിലെ ഏതോ ഒരു രാജ്യത്ത് വെച്ചിട്ട് മരിച്ചതാണ്. അപ്പം കബറടക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കും ഓക്കെ എല്ലാ ഇതും കഴിഞ്ഞ് ഫുൾ പേപ്പേഴ്സ് ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അല്ലെ. അത് നാട്ടിലേക്ക് എത്തണമല്ലോ, എത്തണേ കറക്റ്റ് ആയിട്ട് എത്തണേ എന്നുള്ള ഒരു ദുആ ചിലപ്പം അപ്പൊ ഓർക്ക പോലും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു മയ്യത്ത് എന്തോ ഫ്ലൈറ്റ് മാറിയിട്ടോ എന്തോ വേറൊരു കൺട്രിയിൽ എത്തപ്പെട്ടു. സുബ്ഹാനല്ലാഹ്.
ഓൾറെഡി ഇത് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കിന്റെ ഭാരം നമുക്കൊക്കെ കേട്ട് പരിചയമുള്ളതാണല്ലേ. അപ്പൊ അത് വേറൊരു രാജ്യത്ത് എത്തിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് അവിടെ ഉണ്ടാവാൻ പോണത്. അപ്പം അത്രയേ ഉള്ളൂ. അതിന് പോലും അങ്ങനെയുള്ള ഒരു കുഞ്ഞു കാര്യം, നമ്മളൊരു 100 രൂപന്റെ സാധനം ഓൺലൈൻ ഓർഡർ കൊടുത്ത് അത് വീട്ടിലെത്തണമെങ്കിൽ പോലും അവിടെ പോലും നമ്മൾ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യണം എന്നുള്ള അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും അള്ളാന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സലഫുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അവര് വളരെ കാമായിട്ട് അല്ലെ, വളരെ ക്ഷമയോടുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ പറഞ്ഞ സ്ട്രെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാ രോഗത്തിന്റെയും കാരണം എന്താണ്? സ്ട്രെസ്സാണ്. സുബ്ഹാനല്ലാഹ്. ആൾക്കാർക്ക് അള്ളാന്റെ അടുത്ത് ചോദിക്കുന്ന രീതി ഇല്ല. അല്ലെങ്കിൽ അള്ളാന്റെ അടുത്ത് ചോദിച്ചിട്ട് തവക്കുൽ ചെയ്ത അള്ളാഹ് നോക്കിക്കോളുന്ന വിശ്വസിച്ചുകൊണ്ടിരിക്കാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല. എല്ലാത്തിലും സ്ട്രെസ്സാണ്. ആ സ്ട്രെസ് കാരണമുള്ള അസുഖങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. കാരണം ഇതിന്റെ വേറൊരു എക്സ്ട്രീം സംഭവിക്കാറുണ്ട്. അതിപ്പോ നമുക്കൊക്കെ സുബ്ഹാനല്ലാഹ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഓക്കെ അൽഹംദുലില്ലാഹ്, ചിലരെങ്കിലും ഓക്കെ അൽഹംദുലില്ലാഹ് ഇതെന്റെ പരീക്ഷണമാണ്, മനസ്സുകൊണ്ട് അതിനെ സ്വീകരിച്ചിട്ടുണ്ടാവും അല്ലെ. ഓക്കെ കുഴപ്പമില്ല, ഞാൻ ഇത് അള്ളാഹ് തന്നതല്ലേ, ഞാൻ സ്വീകരിക്കുന്നു എന്ന് സ്വീകരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ പ്രശ്നം മാറണേന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ദുആ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാൻ ഇതിനെ സ്വീകരിച്ചു അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇനി അതിനു വേണ്ടി ഇപ്പം ഒരു ഉദാഹരണം പറയാം. അപ്പം കുട്ടികളില്ലാത്ത ആൾക്കാർ, ഓക്കെ ഇത് എനിക്ക് അള്ളാഹ് തന്ന പരീക്ഷണമാണ്, അത് ശ്രമിക്കുന്നുണ്ടാവും ഒരു പക്ഷേ ദുആ ചെയ്യാതെ അള്ളാഹ് തന്ന പരീക്ഷണമാണ്, ഞാൻ അത് ക്ഷമയോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രീതി, അതും വേണ്ട. കാരണം നമുക്ക് അള്ളാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മൾ എപ്പോഴും അള്ളാന്റെ മേലെ ഡിപ്പെൻഡന്റ് ആണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മക്കള് സുബ്ഹാനല്ലാഹ് കാത്തുരക്ഷിക്കുമാറട്ടെ, വീട് വിട്ടു പോകുന്ന മക്കള് പല കാരണങ്ങളാൽ, നമ്മളെ കുടുംബം ഉപേക്ഷിച്ച് പോകുന്ന മക്കള്, അവര് പോയി ഞാൻ അതിനെ ക്ഷമയോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു. പോരാ, നമ്മൾ അള്ളാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കണം അവരെ തിരിച്ചു കൊണ്ടുവരാൻ, അവരെ ഹിദായത്തിലാക്കാൻ. നമ്മുടെ ഇണകള്, മരിച്ചു പോകുന്ന ഇണകൾ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഇണകള്, ഓക്കെ ഞാനിത് ക്ഷമയോടുകൂടി സ്വീകരിച്ചെന്ന് പറഞ്ഞിരിക്കലല്ല. കാരണം നമ്മൾ ആവശ്യക്കാരാണ്. റബ്ബിന്റെ അടുത്ത് ചോദിക്കണം. റബ്ബെ നീ താ. റബ്ബിന് കഴിയാത്തതൊന്നുമില്ല അല്ലെ. നമ്മൾ കുറെ സമ്പത്ത് ഏതെങ്കിലും കാരണത്താലും നഷ്ടപ്പെടുക, ആരെങ്കിലും കൊണ്ടുപോവുക, സുബ്ഹാനല്ലാഹ്, ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പറ്റിച്ചിട്ട് നമ്മളെ അടുത്ത് നഷ്ടപ്പെടുക, ഓക്കെ ഞാൻ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കലല്ല. ചോദിക്കണം, ക്ഷമയോടുകൂടി ഇരിക്കണം, നമ്മൾ ക്ഷമിക്കണം, അതേസമയം ചോദിക്കണം, ചോദിച്ചിട്ടും നമ്മൾ ക്ഷമിക്കണം. കാരണം അതിന്റെ റിസൾട്ട് റബ്ബിന്റെ കയ്യിലാണ്. റബ്ബിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിന് ഉത്തരം തന്നോളും. അപ്പം എല്ലാം നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കണം. ഓക്കെ. അപ്പം ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ ഞാൻ ക്ഷമിച്ചു അവിടെ അത് നിന്നു എന്ന് വിചാരിക്കരുത്. നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ദുആയുടെ കാര്യം അല്ലെ, ഹജ്ജിന്റെ സമയത്ത് ചെയ്യുന്ന ദുആകളുടെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ഹജ്ജിന് ചെയ്യുന്ന ദുആകളുടെ രീതികളെ കുറിച്ച് പറയാണ് തുടർന്ന്. മിനന്നാസ്, അതുകൊണ്ട് ആളുകളിൽ ഉണ്ട് ചില ആളുകള് മൈ യഖൂലു, അവരെന്ത് പറയാ, അവന്റെ ഇതിപ്പം അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ പറഞ്ഞു അല്ലെ. അള്ളാഹുവിന്റെ ദിക്റിൽ പെട്ടതാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യലും. അങ്ങനെ അപ്രകാരം അവൻ ദുആ ചെയ്യുമ്പം അവൻ പറയും റബ്ബന, നമ്മളുടെ റബ്ബേ ആതിന, ആതിന ഹംസാത്തായ, നീ ഞങ്ങൾക്ക് നൽകണേ, ഫിദ്ദുന്യ, ദുനിയാവിൽ നിന്ന് അല്ലെ, ദുനിയാവിലുള്ളത്. അപ്പം അള്ളാഹുവേ നീ എനിക്ക് ദുനിയാവില് അനുഗ്രഹങ്ങൾ, ദുനിയാവില് ഇന്നത് താ. സുബ്ഹാനല്ലാഹ്. അവൻ ദുനിയാവിന് വേണ്ടി മാത്രം ദുആ ചെയ്യുന്നവരാണ്. ദുനിയാവിലെ പ്രയോജനങ്ങൾക്ക് വേണ്ടി മാത്രം ദുആ ചെയ്യുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം റബ്ബന ആതിന ഫിദ്ദുന്യ, അതിൽ മാത്രം നിന്നു പോകുന്ന ആളുകളുണ്ട്. അവൻ ദീനിന് വേണ്ടി ചോദിക്കുന്നില്ല, ആഖിറത്തിന് വേണ്ടി ചോദിക്കുന്നില്ല, ദുനിയാവിന് വേണ്ടി മാത്രം. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കാം. അതായത് ഇപ്പം ഒരാൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹ് എനിക്ക് ഇങ്ങനെ ഇന്ന ഒരു വീട്, ഈ രീതിയിൽ എനിക്കൊരു വീട് ഉണ്ടാക്കണേ, അല്ലെങ്കിൽ എനിക്കൊരു വീട് തരണേ, അല്ലെങ്കിൽ ഈ പ്രശ്നം നീ മാറ്റി തരണേ അല്ലാഹ്, അല്ലെങ്കിൽ എനിക്ക് ഈ കാർ തരണേ, എനിക്ക് ഇന്ന ആളെ എന്റെ ഇണയായിട്ട് തരണേ, അല്ലെങ്കിൽ എന്റെ മക്കള് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ ഇന്ന ലെവലിൽ എത്തുന്ന, ഇന്ന ജോലിയിലെത്തുന്ന, ഇന്ന രീതിയിൽ സമ്പാദിക്കുന്ന മക്കളാവണേ, അവരെ എനിക്ക് അഭിമാനം ഉണ്ടാക്കണേ. അതുപോലെയുള്ള ജോലിയിലുള്ള ഐഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ദുആ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ കോടീശ്വരനാക്കണേ, എന്നെ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആക്കണേ, എനിക്ക് ആ ബിസിനസ് ചെയ്യാൻ പറ്റണേ, അങ്ങനെ എനിക്ക് ഇതാവാൻ പറ്റണേ, അതാവാൻ പറ്റണേ എന്ന് അക്ഷരാർത്ഥത്തിൽ ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുന്ന ആളുകളാവാം. ഇനി വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദുനിയാവിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ടാവും, ദുനിയാവിന് വേണ്ടി ഇതുപോലെയൊക്കെ ചോദിക്കും, പ്ലസ് ആഖിറത്തിന് വേണ്ടി അവർ ചോദിക്കും, അള്ളാഹുവേ എനിക്ക് സ്വർഗം തരണേ, കഴിഞ്ഞു.
അതോടുകൂടി അവരുടെ ചോദ്യം ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള കഴിഞ്ഞു. കാരണം അവർ ചെറുപ്പത്തിൽ പഠിച്ചു വെച്ച 1-2 കാര്യങ്ങൾ അല്ലെ, അല്ലാതെ അതിനപ്പുറത്തേക്ക് അള്ളാഹു നീ എനിക്ക് തഖ്വതാ, നിന്നെ സൂക്ഷിക്കുന്ന ഒരു മനസ്സ് താന്ന് ചോദിക്കാൻ അവർക്കറിയില്ല. അല്ലെങ്കിൽ എനിക്ക് നീ തരുന്ന പരീക്ഷണങ്ങളിലെ ക്ഷമ എളുപ്പമാക്കി താ, അത് ചോദിക്കാൻ അവർക്കറിയില്ല. എന്റെ കർമ്മങ്ങൾ നീ സ്വീകരിക്ക റബ്ബേ, അത് ചോദിക്കാൻ അവർക്കറിയില്ല. എനിക്ക് കൂടുതൽ ചെയ്യാനുള്ള തൗഫീഖ് താ റബ്ബേ, അത് ചോദിക്കാൻ അവർക്കറിയില്ല. അല്ലെ, നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുക, അല്ലെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുക, അത് ചോദിക്കാൻ അവർക്കറിയില്ല. ഗ്രന്ഥം എനിക്ക് വലത് കയ്യിൽ താ, അല്ലെങ്കിൽ എന്റെ വിധി നിർണയ ദിവസത്തിൽ എന്റെ ഹിസാബ് ഇല്ലാതാക്ക് റബ്ബേ, അല്ലെങ്കിൽ എന്റെ ഹിസാബ് എളുപ്പമാക്ക് റബ്ബേ. അങ്ങനെ ഒരു കാര്യം അവർക്ക് ചോദിക്കാൻ അറിയില്ല. അവരേറി വന്ന് എന്നെ സ്വർഗത്തിലാക്കണേ എന്ന് ചോദിക്കും, അത്രേ അവർക്ക് അറിയുള്ളൂ. അപ്പൊ ഇത്തരത്തില് ദുനിയാവിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടി ജസ്റ്റ് ഒരു പാസിംഗ് കമന്റ് പോലെ മാത്രം ചോദിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം അവന്റെ മനസ്സ് ദുനിയാവിന് വേണ്ടി ആവുമ്പോൾ അവൻ ഒരുപാട് ചിന്തിക്കും, അള്ളാഹ് എനിക്ക് അത് തന്നെ റബ്ബേ, അത് തന്നെ റബ്ബേ, അള്ളാഹ് എന്റെ ഈ പ്രശ്നം മാറ്റി തന്നെ റബ്ബേ, അള്ളാഹ് എന്റെ മോനെ ഇങ്ങനെ സക്സസ് ആക്കണേ റബ്ബേ, അള്ളാഹ് എന്റെ കുട്ടീനെ ഇങ്ങനെ ആക്കണേ റബ്ബേ എന്നൊക്കെ ഏതറ്റം വരെയും കിടന്നും മറിഞ്ഞും കരഞ്ഞും അവന് ചോദിക്കാൻ പറ്റും. പക്ഷെ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന്റെ ബ്രെയിൻ അങ്ങ് ക്ലോസ് ആയി പോകും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും അവന് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് സ്വർഗം തരണേ, അവിടെ അത് നിന്നു പോകും അല്ലെ. റബ്ബന ആതിന ഫിദ്ദുനിയ, അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ ലഹു, അവനില്ല, ഫിൽ ആഖിറതി, പരലോകത്ത്, മിൻ ഖലാഖ്, ഒരു തരത്തിലുള്ള ഷെയറും പങ്കും. ഖലാഖ് ഖ ലാം ഖാഫ്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു മേജർ പോർഷൻ, അതിനാണ് ഖലാഖ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു പാർട്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്ക് പരലോകത്ത് യാതൊരു ഷെയറും ഉണ്ടാവില്ല. കാരണം അവൻ ആഖിറത്തിന് വേണ്ടി ചോദിക്കുന്നില്ല അല്ലെ. ഇനി അഥവാ ചോദിച്ചാലും ജസ്റ്റ് ചോദിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരു ചോദ്യം. സുബ്ഹാനല്ലാഹ്, അവൻ ദുന്യാവിന് വേണ്ടി മാത്രമാണ് ചോദിക്കുന്നത്. അതോ ദുനിയാവിന് വേണ്ടി അവൻ ചോദിച്ചാലും അള്ളാഹു കൊടുക്കണമെങ്കിൽ കൊടുക്കും അല്ലെ. അള്ളാഹ് തടയണം എന്ന് വെച്ചാൽ അള്ളാഹ് തടഞ്ഞു വെക്കും, അള്ളാഹ് കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവൻ ആഖിറത്തിന് വേണ്ടി ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അപ്പം നമ്മൾ ശരിക്കും നമ്മളുടെ ദ്വാകൾ എന്ന് പറയുന്നത്, നമ്മൾ ചോദിക്കുന്നത്, അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മളുടെ ഇന്നർ സ്റ്റേറ്റിന്റെ, അല്ലെ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയുടെ ഒരു റിഫ്ലക്ഷൻ ആണ്. എന്തിനാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം, എന്തിനാണോ നമുക്ക് കൂടുതൽ ആവേശം, എന്തിനോടാണോ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, അതാണ് നമ്മൾ കൂടുതൽ ചോദിക്കുക. എന്താണ് നമ്മളുടെ പ്രയോറിറ്റി, അതാണ് നമ്മളുടെ ദ്വാകളിൽ കൂടുതൽ വരിക. നമുക്ക് നമ്മൾ എന്താണോ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്, അതാണ് നമ്മൾ കൂടുതൽ ചോദിക്കുക അല്ലെ. നമ്മൾ വലിയ കാര്യമായിട്ട് കെയർ ചെയ്യാത്ത കാര്യം, അല്ലെങ്കിൽ നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ ചോദിച്ചെന്ന് വരാം, ഒരു പേരിന് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഈവൻ നമ്മൾ ഓരോരുത്തരുടെയും ദ്വാ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചിലർക്ക് ചില കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും, അതിനെക്കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. ഈവൻ ആഖിറത്തിനെ കുറിച്ചാണെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ്, ദീനിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഓരോരുത്തർക്കും ഓരോന്നാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മളുടെ ദ്വാകൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയുടെ റിഫ്ലക്ഷൻ ആണ്. അപ്പം ഒരാൾ ദുനിയാവിന് വേണ്ടി മാത്രം ചോദിക്കുകയാണെങ്കിൽ, ദുനിയാവിയ കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ വറി, അവന്റെ വിഷമം എന്ന് പറയുന്നത്, അവന്റെ കൺസേൺ എന്ന് പറയുന്നത് ദുനിയാവ് മാത്രമാണ്, ആഖിറം അല്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു എന്താ പറയുന്നത്, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവന് യാതൊരു പങ്കുമില്ല. ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഹജ്ജിന് പോയിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് പാപമോചനത്തിനും ചോദിക്കുന്നില്ല, നരകത്തിലെ ശിക്ഷയിൽ നിന്ന് രക്ഷയ്ക്കും ചോദിക്കുന്നില്ല, ഖബറിലെ ശിക്ഷയ്ക്ക് രക്ഷയിൽ നിന്നും ചോദിക്കുന്നില്ല, ദുനിയാവ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അവന് ആഖിറത്തിലെ യാതൊരു ഷെയറുമില്ല. അള്ളാഹു സുബ്ഹാനല്ലാഹ് കർമ്മങ്ങളും അതിന്റെ ഓരോ വശങ്ങളും പഠിപ്പിച്ചതിന് പുറമെ നമ്മളെ എങ്ങനെ ദുആ ചെയ്യണം എന്ന് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിൽ പറയുന്നത്. അടുത്ത ആയത്ത് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. 201. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മറ്റു ചിലർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്ത് നീ നല്ലത് തരണമേ, പരലോകത്ത് നീ നല്ലത് തരണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന്. വമിൻഹും, അവരിലുണ്ട്, മയ്യഖൂലു, പറയുന്നവർ, റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ആതിന, ഞങ്ങൾക്ക് തരണമേ, ഫിദ്ദുനിയ, ഈ ലോകത്തിൽ, ഹസന, നല്ലത്, ഹസീൻ നൂൻ, വഫിൽ ആഖിറതി, പരലോകത്തിലും, ഹസനതൻ, നല്ലത്, വഖിന, ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ, വാഖാഫിയ, അദാബ്, ശിക്ഷയിൽ നിന്ന്, അന്നാർ, നരകത്തിന്റെ.
തഫ്സീർ നോക്കാം. അപ്പം ഒരു കൂട്ടര് എന്താണ് ദുന്യാവിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നു പറഞ്ഞല്ലേ. ഇനി വേറൊരു കൂട്ടരുണ്ട്, വമിൻഹും അവരിലുണ്ട്, മയ്യക്കൂലു അവർ പറയുന്നു, റബ്ബന ഞങ്ങളുടെ റബ്ബെ, ആത്തിന നീ ഞങ്ങൾക്ക് നൽകണമേ, ഫിദ്ദുന്യ ഈ ലോകത്ത്. ഓക്കെ, അവന് മറ്റ് കൂട്ടർ ചോദിച്ച പോലെ അവന് വേണ്ടത് എന്തെങ്കിലും ചോദിക്കല്ല ചെയ്യുന്നത്. അവൻ എന്താ ചോദിക്കുന്നത്? ഹസനത്തൻ, നല്ലത് അല്ലെ. അള്ളാഹ് ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് ഏറ്റവും ഹസനായിട്ടുള്ള കാര്യങ്ങൾ നീ താ. മറ്റേ മുമ്പുള്ള ആളും ചോദിച്ചിരുന്നല്ലോ അല്ലെ, ദുനിയാവിൽ എനിക്ക് വേണമെന്ന് ചില കാര്യങ്ങൾ. അപ്പം അവരിൽ നിന്ന് ഈ പറഞ്ഞ കൂട്ടര് എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത്? മുമ്പുള്ള ആൾ എന്താ ചോദിച്ചത്? റബ്ബന ആത്തിന ഫിദ്ദുന്യ, ഈ ലോകത്ത് എനിക്ക് ഇന്ന കാറുതാ, ഇന്ന വീടുതാ, ഇന്ന ജോബുതാ, ഈ ആളെ എനിക്ക് ഇണയായിട്ടതാ, ഈ എന്താണ് ഈ ബിസിനസ് എനിക്ക് ബിസിനസ്സിൽ എന്നെ സക്സസ്ഫുൾ ആക്കിത്താ അല്ലെ. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ഉറപ്പായിട്ട് ചോദിക്കുന്ന ആളാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞ ആളോ, അയാളും ദുനിയാവിലെ കാര്യമാണ് ചോദിക്കുന്നത്. പക്ഷെ എന്താ ചോദിക്കുന്നത്? ഹസന, സീൻ നൂൻ, ഏതാണോ എനിക്ക് നല്ലത് അത് നീ താ. കാരണം നമുക്ക് ദുനിയാവിൽ ചില കാര്യങ്ങൾ വേണമെന്നുണ്ടാവും, പക്ഷെ അത് നമുക്ക് നല്ലതല്ലാതാവും അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാന്റെ അടുത്ത് നമ്മൾ ദുആ ചെയ്യുമ്പം, അള്ളാഹ് ഇതെനിക്ക് ഹൈറാണെങ്കിൽ, എനിക്ക് ഹസനാണെങ്കിൽ നീ എനിക്ക് താ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇസ്തിഖാറ നമസ്കരിക്കും, ഇസ്തിഖാറയുടെ ദുആയുടെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. അള്ളാഹ് ഈ ഒരു കാര്യം അല്ലെ, ഞാൻ ഈ എടുത്ത തീരുമാനം ഞാൻ നിന്നെ തവക്കുൽ ചെയ്യാണ്, ഇതെനിക്ക് ഹൈറാണെങ്കിൽ ഇത് നീ എനിക്ക് വിധിക്കുക. ഓക്കെ, ഇതെന്റെ ദീനിനും എന്റെ ദുനിയാവിനും എന്റെ ആഖിറത്തിനും നല്ലതാണെങ്കിൽ ഇതെനിക്ക് നീ എളുപ്പാക്കിത്താ. ഇനി ഇതെനിക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ എന്നിൽ നിന്നും മാറ്റ്, എന്നെ ഇതിൽ നിന്നും നീ ആകറ്റ് അല്ലെ. ഞാൻ ഇന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഇന്നൊരു ആഗ്രഹം വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതെനിക്ക് ഹൈർ അല്ലെങ്കിൽ എന്നെ നീ ഇതിൽ നിന്ന് മാറ്റണം അല്ലെ. ഈ കാര്യത്തിനെ എന്റെ അടുത്തുനിന്ന് മാറ്റണം, എന്നെ ഇതിൽ നിന്ന്. കാരണം എന്റെ മനസ്സ് അതിനകത്ത് ഉടക്കി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മാറാൻ പറ്റില്ല. അപ്പൊ എന്റെ ഹൃദയത്തിനെയും അതിൽ നിന്ന് മാറ്റ്. എന്നിട്ട് അതിനേക്കാൾ നല്ലത് നീ എനിക്ക് തന്നിട്ട് അതിൽ എന്നെ തൃപ്തയാക്ക്. സുബ്ഹാനല്ലാഹ്, എന്ത് വാക്കുകളല്ലേ. അപ്പം അത്തരത്തിലുള്ള ആള് ദുനിയാവിന് വേണ്ടി ചോദിക്കുമ്പോ എന്താ ചോദിക്കുക? ഹസന, നല്ലത് മാത്രം നീ താ. സുബ്ഹാനല്ലാഹ്. ഹസന എന്ന് പറയുമ്പം ദുനിയാവിൽ നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള എന്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്ത് കാര്യവും ആവാം. അപ്പം ഈ പറഞ്ഞ പോലെ വീടോ കാറോ പൈസയോ പോലെയുള്ള കാര്യങ്ങളാവാം. അതേപോലെ തന്നെ ഹിദായത്ത്, സൽപ്രവർത്തികൾ, അതും ആവാം. ഓക്കെ, അപ്പം ഏറ്റവും ബെസ്റ്റ് എന്താണോ, സൽപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, കണക്കില്ലാത്തതുണ്ട്. അപ്പം അതിനകത്ത് പോലും ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് നീ എനിക്ക് താ. കാരണം ദുനിയാവിന് വേണ്ടി ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലെ. പക്ഷെ ദുനിയാവിന് വേണ്ടി ചോദിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കണം. അത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു പരീക്ഷണമാവും അല്ലെ. ഇഹലോകത്തേക്കും പരലോകത്തേക്കും നമുക്ക് ഷെറുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണമാവും. ഒരു പക്ഷെ നമ്മളുടെ ഹിദായത്ത് നഷ്ടപ്പെടാൻ പോലും കാരണമായേക്കാം ദുനിയാവിൽ നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ. നമ്മൾ അള്ളാഹു സുബ്ഹാനത്തിൽ നിന്ന് അകറ്റാൻ പോലും ഉള്ള ഒരു കാരണമായേക്കാം നമ്മൾ ദുനിയാവിൽ ചോദിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെ. മൂസ അലൈഹിസ്സലാമിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അല്ലെ വഴിമുട്ടി നിന്ന സമയത്ത് മൂസ അലൈഹി ഇസ്ലാം എന്താ ചോദിച്ചത്? റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ അല്ലേ. റബ്ബേ, ഞാൻ ആവശ്യക്കാരനാണ്, നീ എന്നിലേക്ക് ഇറക്കി തരുന്ന എന്ത് ഹൈറിനും അല്ലെ. ഹൈറായിട്ട് ഇന്ന കാര്യം എനിക്ക് താന്നല്ല പറഞ്ഞത്, നീ ഹൈറായിട്ട് എനിക്ക് ഇറങ്ങി തരുന്ന എന്തിനും ഞാൻ ആവശ്യക്കാരനാണ്. അത്രക്ക് ഡെസ്പറേറ്റ് ആണ് ഞാൻ അല്ലെ, അത്രക്ക് എനിക്ക് ആവശ്യമുണ്ട്. പക്ഷെ നീ ഹൈറാക്കി ഇറക്കി തരുന്നത് എനിക്ക് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പം നല്ലതാണ് നമുക്ക് വേണ്ടത്. ഇത്തരത്തിലുള്ള ആളുകൾ എന്താ ചോദിക്കുക? ദുനിയാവില് ഹസനായിട്ടുള്ള കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. കാരണം ചിലർക്ക് ദുനിയാവിൽ ഒരുപാട് കിട്ടിയിട്ട് അതേ ആ കിട്ടിയ കാര്യം അവർക്ക് വലിയ പരീക്ഷണമായി മാറിയേക്കാം. സൂറത്ത് തൗബയില് ഒരു വ്യക്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് എന്നെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട്, സമ്പന്നനാക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഈ വ്യക്തിക്ക് ധാരാളം സമ്പത്തുണ്ടായി, ഒരുപാട് മൃഗങ്ങളും അല്ലെ ഒക്കെ ഒരുപാടുണ്ടായി. അങ്ങനെ അയാള് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ കയ്യിൽ ഒരുപാട് ഉണ്ടാവുമ്പോൾ ഞാൻ ധാരാളം ചാരിറ്റി ചെയ്യും, ധാരാളം സദഖ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇയാള് റിച്ചായി, ധാരാളം പൈസ ആയപ്പോൾ ഇയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ട്, അയാൾക്ക് മദീനയിൽ പോലും നിൽക്കാൻ പറ്റാണ്ട് അയാൾ വേറെ സ്ഥലത്ത് പോയി. അയാൾ ബിസിയായി, അയാളുടെ സമ്പത്തിൽ മുങ്ങി, അതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ട് അയാൾ അതിനകത്ത് ലോസ്റ്റ് ആയി. അയാൾ കൊടുത്ത പ്രോമിസ് ഒക്കെ മറന്നുപോയി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അത് അയാൾക്ക് പരീക്ഷണമായി മാറി, അയാളുടെ ഹിദായത്ത് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണമായിട്ട് മാറി. അപ്പൊ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസനതൻ. സുബ്ഹാനല്ലാഹ്. ഹസന വേണം ദുനിയാവിലേക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ദുനിയാവിലേക്ക് നമ്മൾ ചോദിക്കണം, പക്ഷെ ഹസനായിട്ടുള്ള കാര്യങ്ങളാണ്.
അവരുടെ ദുആ അവിടെ അവസാനിക്കുന്നില്ല, അവരുടെ ദുആ കണ്ടിന്യൂ ചെയ്യാണ്. എങ്ങനെ? വഫിൽ ആഖിറത്തി ഹസനതൻ, പരലോകത്തും ആഖിറത്തിലും ഹസന വേണം അല്ലെ? സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ മാത്രം പോരാ, അവർക്ക് ആഖിറത്തിലും. ആദ്യം പറഞ്ഞ കൂട്ടർക്ക് ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, അവർക്ക് ഹസൻ ചോദിക്കാനും അറിയില്ലായിരുന്നു അല്ലെ? അവർ ദുനിയാവില് ഇന്നത് വേണേ, അത് വേണേ, ഇത് വേണേ, മറ്റേത് വേണേ എന്ന് പറഞ്ഞതിൽ നിർത്തിയ ആളുകളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവർക്ക് പരലോകത്ത് ഒരു ഷെയറും ഇല്ലാന്ന് അള്ളാഹ് പറഞ്ഞു. ഈ കൂട്ടർ എങ്ങനെയാ? ദുനിയാവിൽ ചോദിക്കും, അത് ഏറ്റവും ഹസനായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും, പ്ലസ് പരലോകത്തും അവര് ചോദിക്കും, പരലോകത്തും ഏറ്റവും ഹസനായിട്ടുള്ള കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. കാരണം ദുനിയാവിൽ മാത്രം ഒരാളെ സക്സസ്ഫുൾ ആയിട്ട് പരലോകത്ത് അവന്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ കാര്യമില്ലല്ലേ? സുബ്ഹാനല്ലാഹ്. അവൻ പരലോകത്ത് വെറും കൈയോടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടക്കാരനായി പോകും അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഒരു ഭാഗത്ത്, ഓക്കെ, എനിക്ക് ഇത്ര വയസ്സ് വരെ നല്ല ആരോഗ്യം വേണം, അത് കഴിഞ്ഞാൽ ആരോഗ്യം വേണ്ട എന്ന് നമ്മൾ വിചാരിക്കുമോ? ഇല്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് വേണം. എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് അവസാനം വരെ വേണം. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹസൻ വേണമെങ്കിൽ നമുക്ക് അവിടെയും ഹസൻ വേണം അല്ലെ? ദുനിയാവിൽ ഏറ്റവും ബെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പരലോകത്തും ഏറ്റവും ബെസ്റ്റ് വേണം. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടണം, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ പരലോകത്ത് നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കണം അല്ലെ? അല്ലാതെ അവിടെ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഇവിടെ നമ്മൾ രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുമ്പോൾ, ഇത് സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്, ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സുബ്ഹാനല്ലാഹ്, ഒരുപാട് പരീക്ഷണങ്ങൾ ഇന്ന് ആളുകളുടെ മേൽ ഇറക്കിയിട്ടുണ്ട്, അതേപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എഴുന്നേക്ക് സ്ത്രീകളെ, അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അടുത്ത് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നമസ്കരിക്കാൻ പറയാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, യാ റബ്ബു കാസിയത്തിൻ ഫിദ്ദുനിയ ആരിയത്തിൻ ഫിൽ ആഖിറ. ഒരു പക്ഷേ ദുനിയാവിൽ വളരെ നന്നായിട്ട് വസ്ത്രം ധരിച്ചിട്ടുള്ള ആളുകള് പരലോകത്തിലെ ആരിയ, അതായത് നഗ്നരായി മാറിയേക്കാം. സുബ്ഹാനല്ലാഹ്. കാരണം ദുനിയാവിലെ പലർക്കും അല്ലെ ധാരാളം വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര റിച്ച്നെസ് ഉണ്ട്, പക്ഷെ അവർ പരലോകത്ത് നഗ്നരായിട്ട് വരാം. കാരണം എന്താ? അവർക്ക് ദുനിയാവിൽ കിട്ടിയിരിക്കുന്ന ഈ ധാരാളം കാര്യങ്ങൾ കാരണം അവർ ആ സുഖത്തില് പരലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ മറന്നുപോയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ പരലോകത്ത് അവര് എംപ്റ്റി കൈയുമായിട്ട് വരുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. നമുക്കത് വേണോ? വേണ്ട അല്ലേ? നമ്മളെ ദുനിയാവിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു ഫേസിലുണ്ട്, അടുത്ത ഫേസിൽ ഇല്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് അൽഹംദുലില്ലാ നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ അല്ലെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫോൺ ഉണ്ട്. അതാണ് നമ്മളുടെ ഒരു പക്ഷേ നമ്മളെ കമ്മ്യൂണിക്കേഷനും നമ്മളുടെ എല്ലാം അതായി മാറിയിട്ടുണ്ട് അല്ലെ? ഇപ്പൊ സുബ്ഹാനല്ലാഹ്, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള കണക്ഷന് ഉള്ള കാരണം പോലും അതായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വേറൊരു സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോൺ വാങ്ങാനേ പറ്റുന്നില്ല, ഉപയോഗിക്കാനേ പറ്റാത്തൊരു സാഹചര്യം വരുന്നത്, അതുപോലും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അല്ലെ? അല്ലെങ്കിൽ നമുക്കിപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് എല്ലാവർക്കും താമസിക്കാൻ നല്ല സ്വന്തമോ ഇനി റെന്റിലോ എന്താണെങ്കിലും നല്ലൊരു മേൽക്കൂരയുള്ള നല്ലൊരു വീടുണ്ട്, നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഉള്ള. നാളെ ഇതില്ലാണ്ട് തെരുവിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് ഓർക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലേ എന്തെങ്കിലും ഒരു തരത്തിലുള്ള വാഹനം, ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു വാഹനം ഉണ്ടെന്ന് വിചാരിക്കുക. നാളെ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് നടന്നു പോകേണ്ട ഒരു സാഹചര്യം അല്ലെ? പണ്ടത്തെ കാലത്ത് പോലെ. അല്ലെങ്കിൽ ഇത് ഓൺ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അതെ, നമ്മൾ വിചാരിക്കും പഠിച്ചോനെ ഏറ്റവും പുവർ ഞാനായി പോയോ ദുനിയാവില്. അപ്പം ദുനിയാവില് തന്നെ ഒരു ഫേസിലുള്ളത് മറ്റൊരു ഫേസിൽ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് പരലോകത്ത് ആ കുഴപ്പമില്ല ഉള്ളതും കൊണ്ട് പോയാൽ മതി നമ്മൾ ചിന്തിക്കുന്നത്? ഒന്നും ഇല്ലാണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഹിസാബിന്റെ ദിവസം ഒന്നുമില്ലാതെ പോയാലും കുഴപ്പമില്ല എന്ന് നമ്മൾ എങ്ങനെ വിചാരിക്കുന്നത്? ഇവിടെയുള്ള ഈ കാര്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് അല്ലെ? വീടായാലും കാറായാലും ഫോണായാലും സമ്പാദ്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ നിലനിർത്താനും കൂടുതൽ ഉണ്ടാക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ വെറും കൈയോടെ ചെന്നാലും കുഴപ്പമില്ലാന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? അപ്പം അവിടെയും നമുക്ക് ഹസനായിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ വേണം അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇവിടെ നമുക്ക് പൂർ ആവണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പൂർ ആവണ്ട, ദരിദ്രരാവണ്ട. ഇവിടെ നമുക്ക് പ്രയാസങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പ്രയാസങ്ങൾ വേണ്ടെന്നുള്ള അല്ല വേണമെന്നുള്ള ഒരു അവസ്ഥ വേണ്ട. സുബ്ഹാനല്ലാഹ്. അപ്പൊ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ. എന്താണ് പരലോകത്തിലുള്ള ഹസന? പരലോകത്ത് എങ്ങനെയാണ് ഈ ഹസൻ എന്ന് പറയുന്നത്? അത് നമുക്ക് പെട്ടെന്ന് അല്ലെ സ്വർഗം എന്ന് നമ്മളെ മനസ്സിൽ ചിന്തിച്ചേക്കാം. സുബ്ഹാനല്ലാഹ്. എന്തും ഒരു വ്യക്തി മരണത്തിന് ശേഷം അനുഭവിക്കാവുന്ന എന്ത് ഹസനും ഇതിനകത്ത് പെടും. സുബ്ഹാനല്ലാഹ്.
സ്വർഗത്തിൽ എറ്റേണിറ്റി, അതായത് എന്നേക്കുമായി സ്വർഗത്തിൽ താമസിക്കുന്നത് വരെയുള്ള എന്തും മരണത്തിന്റെ സമയത്ത് അല്ലെ, കാരുണ്യത്തിന്റെ മലക്ക് അവന്റെ റൂഹ എടുക്കാൻ വരുന്ന ഒരു സാഹചര്യം, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവനെ സലാം പറഞ്ഞിട്ട് അവനെ ഗ്രീറ്റ് ചെയ്യുന്നത്, സുബ്ഹാനല്ലാഹ്, അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്, സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നത്, ഇതെല്ലാം ആഖിറത്തിലെ ഹസനത്തിൽ പെട്ടതാണ്. അങ്ങനെ അവന് ഖബറിലേക്ക് വെക്കുമ്പോൾ അവിടെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെ, അവിടുത്തെ ചോദ്യങ്ങൾ, ആ ടെസ്റ്റ് പാസ്സാവുക, മൻ റബ്ബുക് മാ ദീനുക് മൻ നബിയുക് എന്ന് ചോദിക്കുമ്പോൾ ആ ടെസ്റ്റിനുള്ള ഉത്തരം കൊടുക്കാൻ പറ്റുക, അതും ഹസനാണ്. അതിനുശേഷം അവന്റെ ഖബർ വിശാലമാവുക, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് സ്വർഗത്തിന്റെ മണം അല്ലെ, സ്വർഗത്തിലേക്കുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവുക, സ്വർഗം കണ്ടുകൊണ്ട് കിടക്കാൻ പറ്റുക, സുബ്ഹാനല്ലാഹ്. ഇതും ഹസനാണ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിന് മുമ്പ് അല്ലെ, ഹിസാബിന് അല്ലെങ്കിൽ യൗമുൽ ഖിയാമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാഹളം ഊതുമ്പം ആളുകളെല്ലാം വിറച്ചുകൊണ്ട് അവനവന്റെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പം ആമിനൂനായിട്ട്, സേഫായിട്ട്, സമാധാനമായിട്ട് ഖബറിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുക, അതും ഹസനാണ്, സുബ്ഹാനല്ലാഹ്. ആ ചോദ്യത്തിന്റെ ദിവസം ആളുകൾ വിയർപ്പില് അല്ലെ, ചിലര് മുട്ടോളം, ചിലര് അരയോളം, ചിലര് കഴുത്തോളം സ്വന്തം വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന, പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത്, എന്ത് സംഭവിക്കുന്ന അറിയാതെ നിൽക്കുന്ന സമയത്ത് ശാന്തമായിട്ട് നിൽക്കാൻ പറ്റുക, സുബ്ഹാനല്ലാഹ്. അന്ന് ആവശ്യത്തിന് സൽക്കർമ്മങ്ങൾ കയ്യിലുണ്ടെന്നുള്ള തൃപ്തിയോടുകൂടി നിൽക്കാൻ പറ്റുക, അൽഹംദുലില്ലാഹ്, അതും ഹസനാണ്, സുബ്ഹാനല്ലാഹ്. ആ ദിവസം, ഹിസാബിന്റെ ദിവസം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും അവരുടെ തിന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ അള്ളാഹു പറയാണ്, നിന്റെ തിന്മകളൊക്കെ സുബ്ഹാനല്ലാഹ് ഞാൻ പുറത്തു തന്നിരിക്കുന്നു, നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. സുബ്ഹാനല്ലാഹ്, ഇത് ഹസനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വലം കൈയിൽ റെക്കോർഡ് ഗ്രന്ഥം തരാൻ പറ്റുക, എന്നിട്ട് നമുക്ക് ആളുകളോട് ഹാ ഉമുഖ്റഊ കിതാബിയ എന്ന് പറയാൻ പറ്റുക, കണ്ടോ എന്റെ ബുക്ക് വായിക്ക്, സ്വർഗത്തിൽ പോവാൻ പോവാണെന്ന് പറയാൻ പറ്റുക, അത് ഹസനാണ്. സ്വർഗത്തിലേക്ക് പേരെടുത്ത് വിളിച്ചിട്ട് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് ഇതാ നിനക്ക് ഇവിടെ പ്രവേശിക്കാന്ന് പറയില്ല, അത് ഹസനാണ്. അല്ലാഹു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന. അപ്പം പരലോകത്തുള്ള എല്ലാ തരത്തിലുള്ള ഹസനകളും, സുബ്ഹാനല്ലാഹ്, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഇത് ഓരോന്നും എടുത്തെടുത്തെടുത്ത്, ഹജ്ജിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, ഓരോന്നും എടുത്തെടുത്തെടുത്ത് പറയണം. അതിന്റെ ചിന്തയുള്ള ആളുകളായിരിക്കണം നമ്മൾ. ദുനിയാവിലെ സക്സസിന് വേണ്ടി മാത്രമായി പോയത്, പരലോകത്തിന് വേണ്ടി ജസ്റ്റ് ആ സ്വർഗം തരണേ എന്ന് പറഞ്ഞ് നിർത്തുന്ന ആൾക്കാരാവരുത് നമ്മൾ. ഓരോ സ്റ്റെപ്പിലും ഹസന് വേണ്ടി ചോദിക്കുന്നവരായിരിക്കണം. ആൻഡ് ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, സുബ്ഹാനല്ലാഹ്, ആളുകൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കൂലേ, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ ആളുകൾ ചോദിക്കും, റബ്ബേ ഞങ്ങൾക്ക് നീ എല്ലാം തന്നല്ലോ, ഇനി ഞങ്ങൾക്ക് എന്ത് ആഗ്രഹിക്കാനാ, എന്ത് ചോദിക്കാനാ നിന്റെ അടുത്ത് അല്ലെ, ഞങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കാൻ പറ്റില്ല, നീ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നല്ലോ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്റെ റിദ്വാൻ, എന്റെ തൃപ്തി, എന്റെ സന്തോഷം, ഇനി നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, അതാണ് ഹസൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഫേസ്, വജ്ഹ് അവർക്ക് കാണിക്കുന്ന, അള്ളാഹു അതിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന ആളുകൾ, അതും ഹസനാണ്. സുബ്ഹാനല്ലാഹ്, സൂറത്ത് യൂനുസിൽ 26-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലില്ലദീന അഹ്സനു, ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളതാണ് എന്ത്? അൽ ഹുസ്ന, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രതിഫലം, ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള പ്രതിഫലം. അത് മാത്രല്ല വസിയാദ, അതിനേക്കാളും അധികരിച്ചതും. സുബ്ഹാനല്ലാഹ്, അതെന്താണ്? അള്ളാഹുവിനെ കാണാനുള്ള ആ സൗഭാഗ്യം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അവർ അള്ളാഹുവിനെ കാണുമ്പോൾ അവർ കൂടുതൽ ഹാപ്പിയാവും. അള്ളാഹു അതിനകത്ത് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അള്ളാഹു അവരിൽ കൂടുതൽ തൃപ്തരാകും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ദേഷ്യം, കോപം പിന്നെ അവരുടെ മേൽ ഉണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എപ്പോഴും അവരുടെ മേൽ തൃപ്തരായിരിക്കും എന്നേക്കുമായിട്ട്. അപ്പൊ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ, ആ ഹസൻ ആഖിറത്തിന് വേണ്ടി ചോദിക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, ഈ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, ഈ ആളുകളെ കുറിച്ച് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, അത് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് ഈ ആയത്ത് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. തുടർന്ന് പറയുന്നു, വഖീന, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. വ എന്ന് പറയുന്നത് ആൻഡിന്റെ വാണ്, മുമ്പുള്ള ദുആയോട് ചേർത്ത് പറയുന്നത്. ഖി എന്ന് പറഞ്ഞാൽ, ഖി അതിന്റെ റൂട്ട് വാവ് ഖാഫ് യാ തന്നെയാണ്. നമ്മൾ തഖ്വയുടെ അതേ റൂട്ട്, നീ രക്ഷിക്കണേ. ഓക്കെ, അർത്ഥം ഖി എന്ന് പറഞ്ഞാൽ രക്ഷിക്കണേ, ന ഞങ്ങളെ. അപ്പം നരകത്തിൽ നിന്ന്, അദാബന്നാർ, എന്തിൽ നിന്നാണ് രക്ഷിക്ക പറയുന്നത്? നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്,
നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ. അതിന്റെ ശിക്ഷയെ ഞങ്ങളെ ഒരു നിമിഷം പോലും ഞങ്ങളെ നീ ആസ്വദിപ്പിക്കരുതേ. സുബ്ഹാനല്ലാഹ്. നമ്മളൊരു പക്ഷെ വിചാരിക്കുന്നുണ്ടാവും അല്ലെ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ. ആഖിറയിലെ ഹസന നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. അതിനകത്ത് ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്ത കാര്യത്തിൽ ഇതും പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഉൾപ്പെടെ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതെന്തിനാ എടുത്തു പറയുന്നത്? ഒരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കാന്ന് പറയുന്നത് കൊണ്ട് മാത്രം അവൻ സക്സസ്ഫുൾ ആവുന്നില്ല. ശരിയായ വിജയം എന്ന് പറയുന്നത് ഒരാള് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അതായത് നരകത്തിലേക്ക് പോവാതെ സ്വർഗത്തിലെത്തുക. നരകത്തിന്റെ മണം പോലും അടിക്കാതെ സ്വർഗത്തിലെത്തുമ്പോഴാണ് ഒരു വ്യക്തി വിജയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. കാരണം ചിലര് നമുക്കറിയാം നരകത്തിലെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ് അല്ലെ. പക്ഷേ നമുക്ക് നരകത്തിന്റെ ആ ഒരു ഭാഗം കാണുക വേണ്ട, അതിനകത്തേക്ക് നോക്കേ വേണ്ട. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ തന്നെ ദുനിയാവില് സുബ്ഹാനല്ലാഹ് വാട്സപ്പിലൊക്കെ വരുന്ന പല മെസ്സേജസിലും ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള അല്ലെ, ചിലരുടെ മരിച്ച അവസ്ഥയിലുള്ള അത് ഭയങ്കര മോശപ്പെട്ട ഒരു സീന്, അതല്ലെങ്കിൽ ആരെങ്കിലും വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള വീഡിയോസ്, അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ നമ്മളെ പലപ്പോഴും നമ്മൾ അത് ഒഴിവാക്കും അല്ലെ, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ നിന്ന് അത് പോവില്ല. നമ്മുടെ എല്ലാ സന്തോഷങ്ങളെയും അല്ലെ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയില്ല, കുടിക്കാൻ പറ്റൂല, ഉറങ്ങാൻ പറ്റൂല, ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്നിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റൂല അല്ലെ. ദുനിയാവിലുള്ള എന്തെങ്കിലും ഒരു സീൻ കണ്ടാലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു അവസ്ഥയിൽ നമ്മളാകുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല അല്ലെ. ആ ഒരു ഇപ്പൊ പ്രത്യേകിച്ച് ഗസയിൽ നിന്ന് വരുന്ന ന്യൂസുകളൊക്കെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മൾ അത് ചിന്തിക്കുന്നേ ഇല്ല. നമ്മൾ ആ ഒരു അവസ്ഥയിലാവുന്നത് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് നരകം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നോക്കുക പോലും വേണ്ട. എന്നിട്ടല്ലേ അതിന്റെ ശിക്ഷയും അവിടെ കിടന്നുള്ള പണിഷ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ നീ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുക, അവിടേക്ക് ഞങ്ങളെ എടുക്കല്ലേ റബ്ബേ നീ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ തെറ്റുകാരാണ്, ഞങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷേ നിനക്ക് അല്ലെ അതിന്റെ പേരിൽ നിനക്ക് ഞങ്ങളെ ശിക്ഷിക്കാം, നിനക്ക് അതിനുള്ള അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. നീ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നീതിപൂർവമായിരിക്കും. പക്ഷെ വേണ്ട റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തുതാ. വഖിനാ അദാബന്നാർ. നീ അങ്ങോട്ട് ഞങ്ങളെ പോവാൻ പോലും അനുവദിക്കരുത്. സൂറത്ത് ആലിമ്രാനില് 185 ആയത്ത്, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അപ്പോൾ ആര് നരകത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തുവോ അവനാണ് വിജയം നേടുന്നത്. അപ്പൊ നരകത്തിന്റെയൊക്കെ അടുത്തേക്ക് പോലും പോവാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ് വിജയം നേടിയവർ. ഫഖദ് ഫാസ്, അവരാണ് നിശ്ചയമായിട്ടും വിജയം നേടുന്നത്. അപ്പം നരകം തീരെയില്ലാണ്ട് സുബ്ഹാനല്ലാഹ് സ്വർഗത്തിലെത്തുന്നവരാണ് യഥാർത്ഥ വിജയികള്. പലപ്പോഴും നമ്മൾ പോലും ചിന്തിക്കാറുണ്ട് അല്ലെ, കുറച്ച് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ എത്തുമല്ലോ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. സുബ്ഹാനല്ലാഹ് കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. കുറച്ചൊരു ശിക്ഷയൊക്കെ അനുഭവിച്ചാലും പിന്നെയും സ്വർഗത്തിൽ എത്താലോ അല്ലെ, അപ്പോഴും അവസാനം നല്ലതാണല്ലോ. പക്ഷേ നരകത്തിലെ കുറച്ച് നിമിഷങ്ങൾ പോലും സുബ്ഹാനല്ലാഹ് താങ്ങാൻ പറ്റില്ല. അതീവമായിട്ട് കഠിനമായിട്ടുള്ളതായിരിക്കും. അതൊരു സാധാരണ സ്ഥലമല്ല, കഠിനമായിട്ടുള്ള വേദനയാണ്, കഠിനമായിട്ടുള്ള ടോർച്ചറാണ്, പീഡനാണ്, കഠിനമായിട്ടുള്ള പ്രതികാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ. അത് അത്ര എളുപ്പമേ അല്ല. ഒരു പണ്ഡിതൻ ഒരിക്കല് ഇതിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉള്ള അറിവ് പ്രകാരം നരകത്തിലേക്ക് അല്ലെ, ഇപ്പൊ നമുക്കറിയാം ചിലരെങ്കിലും നരകത്തിലേക്ക് ഇട്ടിട്ട് അതിനുശേഷം സ്വർഗത്തിൽ അയക്കപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം എത്ര ദൂരം അല്ലെങ്കിൽ എത്ര ലോങ് ആയിരിക്കും ഈ നരകത്തിൽ, അല്ലെങ്കിൽ എത്ര കാലമാണ് ഇവര് നരകത്തിൽ ഉണ്ടാവുക? സുബ്ഹാനല്ലാഹ്. അദ്ദേഹം തഫ്സീറിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു, അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എന്റെ അറിവില് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നരകത്തിൽ, അതായത് ഇങ്ങനെ നരകത്തിലിട്ട് പിന്നീട് സ്വർഗത്തിലെത്തുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് നരകത്തിൽ ഉണ്ടാവുന്ന ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അറിവുള്ളത് സൂറത്തു നബയില് 23-ാമത്തെ ആയത്ത്, ലാബിസീന ഫീഹാ അഹ്ഖാബ. അവരതിലുണ്ടാവും എത്ര കാലം? അഹ്ഖാബ് എന്ന് പറഞ്ഞാല് സെഞ്ചുറീസ്, നൂറ്റാണ്ടുകൾ, യുഗങ്ങളോളം താമസിക്കുന്നവരായിരിക്കും അവർ. അപ്പം നരകത്തിൽ ഇപ്രകാരം സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയതായിട്ട് ഖുർആനും സുന്നത്തും പറയുന്നത് അഹ്ഖാബാണ്, നൂറ്റാണ്ടുകളാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസമോ 2 ദിവസമോ 1 മിനിറ്റോ 2 മിനിറ്റോ അല്ല, നൂറ്റാണ്ടുകളാണ്. നമ്മുടെ കയ്യില്ലേ ഒന്ന് പൊള്ളിയിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു വിരലിന്റെ അറ്റം സുബ്ഹാനല്ലാഹ് അതൊന്ന് പൊള്ളിയാൽ അല്ലെ, അത് പൊള്ളാൻ എത്ര സമയം എടുക്കും? സെക്കൻഡ് പോരെ.
പക്ഷെ ആ ഒരു സെക്കൻഡിൽ നമുക്കുള്ള ആ പൊള്ളല് ഒരു പക്ഷേ സുബ്ഹാനല്ലാഹ് അതിന്റെ വേദന ദിവസങ്ങളോളം നമ്മൾ അനുഭവിക്കാറുണ്ട് അല്ലേ? നിങ്ങൾക്കൊക്കെ ചെറിയ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടാവും പൊള്ളിയിട്ടുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഒരിക്കലും എന്തോ ചീനച്ചട്ടിയിൽ ചൂടുള്ള എണ്ണയിൽ എന്തോ ഇട്ട് പൊരിക്കുന്നതിന്റെ ഇടക്ക് അതിന്റെ മേലെ കൂടെ കൈ കൊണ്ടുപോയത് എന്താണ്, കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു, അതിട്ടിട്ട് ആ തിളച്ച എണ്ണ നെറ്റിയിലേക്ക് വന്നിട്ട് അവിടെ അറിയാലോ നല്ലോണം പൊള്ളിക്കഴിഞ്ഞാൽ ഒരു ബബിള് വരും. കുറേ ദിവസം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇത് പൊട്ടിയിട്ട് എൻ്റെ അമ്മോ, ഇന്നും എനിക്ക് ആ വേദന ആലോചിക്കുമ്പോൾ ഒരു ഞെട്ടലാ. സുബ്ഹാനല്ലാഹ്, ഒരു സെക്കൻഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊള്ളിയതിന്റെ വേദനയാണ് ദിവസങ്ങളോളം, അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിന്റെ ഓർമ്മ ഒരു ഞെട്ടലുള്ള ഒരു ഓർമ്മയാണ്. സുബ്ഹാനല്ലാഹ്, അതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? സെക്കൻഡിന് പറ്റിയ പൊള്ളല് നമ്മൾ അപ്പൊ തന്നെ കയ്യോ കാലോ എന്താന്ന് വെച്ചാൽ വലിക്കും വേദന കൊണ്ട്. അത് ആ ഒരു സെക്കൻഡിന്റെ പൊള്ളല് നമുക്ക് മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, മാസങ്ങളോളം ചിലപ്പോൾ വേദന ഉണ്ടാക്കും. അപ്പൊ നരകത്തില് തീയിന്റെ കാര്യം സുബ്ഹാനല്ലാഹ്, ഒരു സെക്കൻഡ് പോലും ആണെങ്കിൽ നമുക്ക് വേണ്ടത് അല്ലെ? നമുക്കത് കുഴപ്പമില്ല, നരകത്തിൽ പോയി കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ എത്തല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണ്ടേ വേണ്ട. സുബ്ഹാനല്ലാഹ്, അത് വേണ്ട തന്നെ. അപ്പൊ അള്ളാഹിന്റെ അടുത്ത് ദുനിയാവിൽ ഹസൻ ചോദിക്കുന്നതിന്റെ കൂടെ പരലോകത്തിലെ ഹസനും ചോദിക്കുക, അതിന്റെ കൂടെ സ്പെഷ്യലായിട്ട് നരകത്തിലെ തീയിൽ നിന്ന് രക്ഷ ചോദിക്കണം. നമ്മൾ വിചാരിക്കും സ്വർഗം ചോദിച്ചു കഴിഞ്ഞാൽ മതി അല്ലേ, നരകത്തുനിന്നു ഇനി അഥവാ നരകത്ത് പോയാലും കുറച്ചു കാലല്ലേ, അത് കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തും, വേണ്ട നമുക്ക് അതിന്റെ അടുത്തേക്ക് പോലും പോണ്ട. നമ്മൾ ചിന്തിക്കുക, എന്താണ് നമ്മൾ റബ്ബിനോട് ചോദിക്കാറ്, എന്തിനൊക്കെയാണ് നമ്മൾ ചോദിക്കാറ്? ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ടോ അല്ലേ? ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ദുആകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് ആയിരിക്കണം ഇത് 3. സുബ്ഹാനല്ലാഹ്. ഇനി ഈ ദുആ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. കാരണം ഈ ആഴ്ച 4 ക്ലാസ്സിന്റെയും കൂടെ എക്സാം ആയതുകൊണ്ട് കുറച്ചാക്കി വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ അടുത്ത 2 ആയത്തുകളും കൂടെ എടുത്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് ഈ ആഴ്ചത്തെ ടെസ്റ്റ് നടത്താം. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ നരകത്തിന്റെ ശിക്ഷയെ ഒരു തുള്ളി പോലും, ഒരു സെക്കൻഡിന്റെ ഒരു ഫ്രാക്ഷൻ പോലും ആ ഒരു ശിക്ഷയെ ആസ്വദിപ്പിക്കാത്ത കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും, നമ്മളെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ മക്കളെയും, നമ്മുടെ വരുന്ന തലമുറകളെയും, നമ്മുടെ മാതാപിതാക്കളെയും, നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവ്വപിതാക്കന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ. ദുനിയാവിലെ ഹസനത്ത് ചോദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അതായത് ദുനിയാവിൽ ഇന്നത് വേണം, അത് വേണം, ഇത് വേണം ചോദിക്കാതെ ഏറ്റവും ഹൈറായത് ചോദിക്കാനുള്ള ആ ഒരു മനസ്ഥിതി, ആ ഒരു തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. അതുപോലെ ആഖിറത്തിലെ എല്ലാ ഹസനകളും നമ്മൾ പറഞ്ഞു, നമ്മൾ കണ്ണടക്കുന്നത് മുതൽ സുബ്ഹാനല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹ് കണ്ട് അന്ന് എന്നേക്കും സ്വർഗത്തിന്റെ അവകാശികളായിട്ട് ജീവിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലെയും ഹസനുകൾ ആത്മാർത്ഥമായിട്ട്, അത് ഹജ്ജിന് പോയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, എപ്പോഴും അതുപോലെ ചോദിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് സുബ്ഹാനല്ലാഹ് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ആ അവസ്ഥയിൽ എത്തി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ നാവും എല്ലാം അതിന് സിങ്കായിട്ട് പ്രവർത്തിക്കുന്ന ചെയ്യും. അപ്പം ആ രീതിയിൽ എത്താനുള്ള ഒരു തൗഫീഖ് നമുക്ക് എല്ലാവർക്കും റബ്ബ് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തരട്ടെ. ആമീൻ. നമ്മളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്ത് മാപ്പാക്കി കംപ്ലീറ്റ് മായ്ച്ചു കളയട്ടെ റബ്ബേ. ആമീൻ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, നമ്മുടെ മരിച്ചുപോയ പൂർവ്വപിതാക്കളിൽ നിന്ന്, നമ്മുടെ ബന്ധുക്കളിൽ മൺമറഞ്ഞു പോയ ബന്ധുക്കൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ചെയ്ത തെറ്റുകളൊക്കെ പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ റബ്ബേ. അമീൻ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുന്ന തലമുറകൾ സുബ്ഹാനല്ലാഹ് ഈ ഒരു ഹിദായത്തിലേക്ക് റബ്ബേ, നിന്റെ ഹസൻ ചോദിക്കാനുള്ള ആ ഒരു ഹിദായത്തിലേക്ക് ലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും ഏറ്റവും ബെസ്റ്റ് നിന്നിൽ നിന്ന് ചോദിക്കാനും നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാനുള്ള ആ ഒരു ഹിക്മത്തുള്ള ഒരു ജനറേഷനെ റബ്ബേ നീ വളർത്തിക്കൊണ്ടുവരാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും താ. നിന്റെ എല്ലാവിധ സഹായം അതിൽ ഞങ്ങൾക്ക് നീ താ റബ്ബേ. ആമീൻ. اللهم إني عبدك ابن عبدك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب.
ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. اللهم اغفر اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.